അറിവിനായി. എന്നെ അവിടെ ഇയാളുടെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് വേണോ അള്ളാഹുവിനോട് അമർന്നിരിക്കാൻ? കാരണം ഉസ്താദന്മാർ ഉപദ്രവിക്കുന്നു, അവരുടെ ശരീരത്തിൽ അവിടെ കയറി പിടിക്കുന്നു, ഇവിടെ കയറി പിടിക്കുന്നു. ഒരു മദ്രസ അധ്യാപകനാകാൻ അല്ലെങ്കിൽ അധ്യാപികയാകാൻ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. മിനിമം യോഗ്യത ആരും അറിയാതെ കുട്ടികളെ പീഡിപ്പിക്കാനുള്ള യോഗ്യത ഉണ്ടാകണം. കാരണം ഇവര് ഒരു തരം ലൈംഗിക രോഗമുള്ളവരാണ്. അതായത് ഒരു ദിവസം മുഴുവനും നമ്മൾ രണ്ടുപേരും ഇരുന്ന് എഴുതിയാലും തീരാത്തത്ര തീവ്രവാദ സംഘടനകളുണ്ട് നിലവിൽ. ഞാൻ ഇതുവരേക്കും ഒരാളോടും ഈ വിഷയം പറഞ്ഞിട്ടേ ഇല്ല. യഥാർത്ഥത്തിൽ ഓരോ മുസ്ലിമിന്റെ ഉള്ളിലും ഓരോ തീവ്രവാദി ഒളിഞ്ഞു കിടപ്പുണ്ട്. തീവ്ര മതവിരുദ്ധ നിലപാടുകളിലൂടെ കേരളീയ സമൂഹത്തിൽ ഒരു വിവാദ നായികയായി തീർന്ന ശ്രീമതി ജാമിദ ടീച്ചർ പ്രേക്ഷകരോട് തൻ്റെ ജീവിതം പങ്കുവയ്ക്കുന്നു. ഏവർക്കും സ്വാഗതം. ശ്രീമതി ജാമിദ ടീച്ചർ, അങ്ങൊരു യത്തീംഖാനയിലായിരുന്നു അങ്ങയുടെ പ്രാഥമിക വിദ്യാഭ്യാസം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ യത്തീംഖാനയിലൂടെ വളർന്നു വന്ന ഒരു പെൺകുട്ടി എങ്ങനെയാണ് പെട്ടെന്നൊരു തിരിവ് ജീവിതത്തിലുണ്ടായത്? ഞാൻ 8ാം ക്ലാസ് മുതൽ പുല്ലേപ്പടി എറണാകുളം ദാറുൽ യത്തീംഖാനയിലാണ് പഠിച്ചത്. പിന്നീട് അവിടെ നിന്നാണ് ജാമിയ നദവി അറബിക് കോളേജിലേക്ക് ചേക്കേറുന്നത്. അവിടെ തീവ്ര ഇസ്ലാമികം മാത്രമല്ല, ഒരു തരം പീഡന മുറകളായിരുന്നു യത്തീംഖാനകളിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഓർഫനായിട്ടുള്ള കുട്ടികളെ വളരെ ക്രൂരമായി പീഡിപ്പിക്കുക. എൻ്റെ കയ്യും കാലിലും ഒക്കെ അവിടെ നിന്ന് ചൂരലിൻ്റെ പ്രഹരമേറ്റതിൻ്റെ അടയാളമാണ് എൻ്റെ ശരീരം മുഴുവനും. കാരണം എനിക്ക് നോക്കാൻ വരാൻ ആരും ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴും അവധിക്കൊക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരും. എനിക്ക് അങ്ങനെ പോലും ഒരാളുണ്ടായിരുന്നില്ല. ആ ഒരു ബാല്യകാലത്തെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാമോ? അപ്പോൾ എൻ്റെ അച്ഛൻ ആർമി ആയിരുന്നു. എനിക്ക് ഏതാണ്ട് ഒരു 9-10 വയസ്സുള്ള സാഹചര്യത്തിൽ അച്ഛൻ മരിച്ചു. അപ്പം ഞങ്ങളൊരു 10-13 മക്കളുണ്ട്. ഞാൻ 13ാമത്തെ ആളാണ്. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം തരാനുള്ള ഒരു സാഹചര്യം അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. അമ്മ പുറംലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ്. അപ്പം അമ്മ അധ്യാപികയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിസ്റ്റുകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത ആളാണ് അമ്മ. അങ്ങനെ വളർത്താൻ ഒരു മാർഗവും ഇല്ലാതെ വന്നപ്പോഴേക്ക് മുത്ത സഹോദരങ്ങൾ ഓരോരുത്തരെ വീതം കൊണ്ടുപോയി നിർത്തി. അവസാനം എൻ്റെ കാര്യം വന്നപ്പോഴേക്ക് ഒരു ചോദ്യചിഹ്നമായി. അപ്പോൾ പെൺകുട്ടിയാണ്, പഠിപ്പിക്കണം, കെട്ടിച്ചു കൊടുക്കണം, വലിയ ബാധ്യതയാണല്ലോ. അങ്ങനെയാണ് എന്നെ യത്തീംഖാനയിലേക്ക് കൊണ്ടുവിടുന്നത്. അതേത് പ്രായത്തിലായിരുന്നു? 8ാം ക്ലാസ്സിലാണ്. ഏത് ക്ലാസ് വരെ അവിടെ പഠിച്ചു? ഞാൻ മൊത്തം ഫിനിഷ് ചെയ്തു. 8, 9, പിന്നെ 10ാം ക്ലാസ് ആയപ്പോഴേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ജാമിയ നദവി അറബിക് കോളേജിലേക്ക് വരുന്നത്. അത് അവിടെ മതപഠനമായിരുന്നു? മതം മാത്രമാണ് പഠിപ്പിച്ചിരുന്നത്. ആ പഠനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു അവിടെ നിങ്ങൾക്ക് ഒത്തിരി ഉപദ്രവങ്ങളൊക്കെ നേരിട്ടു എന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ. അതായത് ഇപ്പം ആര് ചെയ്യുന്ന തെറ്റുകൾക്കും നമ്മളെ ആയിരിക്കും അവർ അടിക്കുന്നത്. കാരണം നമുക്ക് ചോദിക്കാൻ ആരുമില്ല, പറയാൻ ആരുമില്ല. ആ സമയത്ത് എനിക്കൊരു 13-14 വയസ്സുണ്ടാകും. അപ്പം തന്നെ എൻ്റെ മനസ്സിൽ രൂഢമൂലമായ ചില ചിത്രങ്ങളുണ്ട് മതത്തെക്കുറിച്ച്. ഇത് ഒന്നാമത് അള്ളാഹുവിൻ്റെ മതമാണ്. നമ്മൾ ഓരോ തവണയും അള്ളാഹു അക്ബർ, അള്ളാഹു വലിയവനാണ് എന്ന് പറയുന്നു. അള്ളാഹു സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, കാരുണ്യവാനാണ്, കരുണാനിധിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ അള്ളാഹുവിനെ വിശ്വസിക്കുകയും ഈ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൻ്റെ പരലോകം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അനാഥ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരുപാട്. അത് ടീച്ചർക്ക് മാത്രമല്ലല്ലോ, അവിടെയുള്ള ഇതുപോലെ മറ്റ് അനേകം കുട്ടികളുണ്ടല്ലോ. അപ്പം അവർക്കും ഇത് ബാധകമായിരുന്നില്ലേ? തീർച്ചയായിട്ടും ബാധകമായിരുന്നു. ആരുമില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പിന്നെ പേരൻസ് ഉള്ള കുട്ടികളുമുണ്ട്. അപ്പോൾ പേരൻസ് ഉള്ള കുട്ടികൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് വരുന്ന സമയത്ത് അപ്പോൾ ഞാൻ അനുഭവിച്ചിട്ട് വന്ന പ്രയാസങ്ങൾ എനിക്കറിയാം. ഞാൻ വന്ന വഴികൾ, അവിടെ നിന്ന് ഒരു കുട്ടിയെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കിക്കാരിയായ അച്ഛനും അമ്മയും മരിച്ചു പോയൊരു കുട്ടി അവിടെ ഒരുപാട് പീഡനം അനുഭവിച്ചപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ കുട്ടിയും കൊണ്ടാണ് വന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കത്തില്ല കുട്ടികളെ. അങ്ങനെ ഞാൻ അവളെ കൊണ്ടുവന്ന് ചുങ്കത്തറ വേറൊരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കി. പിന്നീട് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് അതുവരേക്കും ഞാൻ മദ്രസയിലൊക്കെ പഠിപ്പിച്ച് കുട്ടിക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു.
എൻ്റെ മോൾക്ക് 1 വയസ്സായപ്പോൾ ആ പെൺകുട്ടിയെ ഞാൻ കെട്ടിച്ചു വിട്ടു. ഈ മദ്രസയിൽ പഠിപ്പിച്ചത് കൊണ്ടാണോ അങ്ങ് ഒരു ടീച്ചർ എന്നുള്ള വിളിപ്പേര് വന്നത്? അല്ല, ഞാൻ അറബിക് കോളേജിൽ അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അവസാനം പഠിപ്പിച്ചത് ഓക്സ്ഫോർഡ് ഇൻ്റർനാഷണൽ സ്കൂളിലാണ്, അറബിക് അധ്യാപികയായിരുന്നു. പിന്നീട് തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് ലക്ഷ്മി പാർവതിഭായ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ അറബിക് അധ്യാപികയായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ നിന്ന് വിട്ടുവരുന്നത്. കുറേ ആൾക്കാർ അതൊന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരുപാട് സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വലിയ തുറയിലുള്ള പൊന്നറ ശ്രീധർ മെമ്മോറിയൽ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുര്യാത്തി LP-UP സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ ഡെയിലി വേജസിനും അതല്ലാതെ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് വിളിച്ചിട്ടും PT അധ്യാപികയായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ തികച്ചും മതവിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു? മതത്തിന് ഞാൻ വിരുദ്ധയൊന്നും ആയിരുന്നില്ല. നല്ല ഒരു റിജിഡായിട്ടുള്ളൊരു റിലീജിയസ് ഫാമിലിയിലാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ അച്ഛൻ വലിയ വിശ്വാസിയൊന്നും ആയിരുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് അത്ര വലിയ ഫ്രീഡം ഒന്നും ഉണ്ടായിരുന്നില്ല. ഏത് മതത്തിൽ വിശ്വസിക്കാനും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടിച്ച് മദ്രസയിലേക്ക് വിടും. അപ്പോൾ ഈ മദ്രസ പ്രായം മുതൽ തന്നെ എൻ്റെ മനസ്സിൽ ഇവരോടൊക്കെയുള്ള ഒരുതരം അമർഷമുണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങൾക്ക്, ഞങ്ങൾ 7 പെൺകുട്ടികളാണ്. അപ്പോൾ എൻ്റെ സഹോദരങ്ങളൊക്കെ മെച്യൂർ ആയിക്കഴിഞ്ഞാൽ പിന്നീട് മദ്രസയിലേക്ക് വിടില്ല. കാരണം ഉസ്താദന്മാർ ഉപദ്രവിക്കുന്നു, അവരുടെ ശരീരത്തിൽ അവിടെ കയറി പിടിക്കുന്നു, ഇവിടെ കയറി പിടിക്കുന്നു, തൊടയിൽ നുള്ളുന്നു, കക്ഷത്ത് നുള്ളുന്നു, തോളിൽ കൂടെ കൈയിടുന്നു, തട്ടത്തിനകത്തൂടെ കൈയിട്ടിട്ട് അവിടെ എവിടെയൊക്കെ പിടിക്കുന്നു. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാപ്പച്ചി ഭയങ്കര കേവലം ആരോപണം മാത്രമാണെന്ന് പറഞ്ഞെങ്കിലും അല്ല, അതിന് ഒരുപാട് തെളിവുകളുണ്ടല്ലോ. നമ്മൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഗൂഗിളിലോ ഒക്കെ മദ്രസ പീഡനം എന്ന് അടിച്ചു കൊടുത്താൽ ആ ആരോപണത്തിൻ്റെ മുന്നേ അവിടെ നിൽക്കുമല്ലോ. കാരണം കൊലയായിട്ട് വരും ഉസ്താദന്മാരുടെ പീഡനങ്ങൾ മാത്രം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സഹികെട്ട് ഒരു ഇസ്ലാമിക അധ്യാപകൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഈ മദ്രസയിലെ കുഞ്ഞുങ്ങളെ ഉസ്താദന്മാരെ എത്ര പീഡിപ്പിക്കുന്നു. അവരെ ആരെയും പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നില്ല, അത് വേറെ അവർക്ക് പ്രൊമോഷനാണ്. ഒരു മദ്രസ അധ്യാപകനാകാൻ അല്ലെങ്കിൽ അധ്യാപികയാകാൻ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. അവരെ ഒരു വൈവയോ അതല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂയോ അവരുടെ സർട്ടിഫിക്കറ്റ് നോക്കി അവരുടെ ക്വാളിഫൈഡ് എന്തെങ്കിലും ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തുകയോ അവരുടെ ക്വാളിഫിക്കേഷൻ ഒന്നും ഇവിടെ ബേസ്ഡ് അല്ല. മിനിമം യോഗ്യത ആരും അറിയാതെ കുട്ടികളെ പീഡിപ്പിക്കാനുള്ള യോഗ്യത ഉണ്ടാകണം. എന്നാൽ അടുത്ത പ്രൊമോഷൻ കിട്ടും, അടുത്തൊരു ജില്ലയിലേക്ക് കുറച്ചുകൂടി മുദരിസ് എന്ന് പറയും, കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് അവരെ അനുവദിക്കപ്പെടും. ടീച്ചർ ഒരു തികച്ചും മതവിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ എല്ലാ മതങ്ങളിലും ഉള്ള ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വ്യക്തികൾ പല പീഡന കേസുകളിലൂടെയൊക്കെ കടന്നു പോയതായിട്ട് ഈ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്നുണ്ടല്ലോ, നമ്മളത് മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയുന്നുമുണ്ടല്ലോ. അപ്പോൾ അത് ഇവിടെ മാത്രമല്ലല്ലോ. അതായത് പെട്ടെന്ന് വന്നതല്ല ഞാൻ മതവിരുദ്ധമായ ഒരു നിലപാടിലേക്ക്. അതായത് സർ ആദ്യം ചോദിച്ചത് എൻ്റെ മദ്രസ കാലമായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ വെളിപാടിൻ്റെ പടവുകളിലേക്കാണ് വരുന്നത്. ഞാൻ ജനിച്ച ഉടനെ തന്നെ എഴുന്നേറ്റ് ഓടിയ ആളല്ല. മലർന്നു കിടന്നും കാലിട്ടടിച്ചും കമിഴ്ന്നും എഴഞ്ഞും നിന്നും നടന്നും അങ്ങനെയാണ് ഞാൻ സ്വയം പര്യാപ്തമായി മതവിരുദ്ധമായ ഒരു കാഴ്ചപ്പാടിലേക്ക് അങ്ങനെയാണ് ഞാൻ വരുന്നത്. എന്നെ വിവാഹം കഴിപ്പിച്ചയച്ചു. അപ്പോഴൊക്കെ ഞാൻ നല്ല വിശ്വാസിയാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ MM അക്ബറും മുജാഹിദ് ബാലുശ്ശേരിയും ഒക്കെ എൻ്റെ അധ്യാപകരാണ്. അവരുടെ കീഴിലിരുന്ന് വിദ്യ അഭ്യസിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ കല്യാണം കഴിച്ചു വിട്ടത് ഒരു 22 വയസ്സ് മേലെയുള്ള ഒരാളുമായിട്ടായിരുന്നു എന്നെ വിവാഹം കഴിച്ചയച്ചത്. ഏത് പ്രായത്തിലായിരുന്നു? എനിക്ക് 22 വയസ്സുണ്ടാവും. ആ സാഹചര്യത്തിൽ ഞാൻ ഡിഗ്രി ഫൈനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങനെ അദ്ദേഹത്തെ, അപ്പോൾ എനിക്ക് വിവാഹത്തിന് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാവരോടും കരഞ്ഞു പറഞ്ഞു. എൻ്റെ മൂത്ത സിസ്റ്ററും ടീമും എല്ലാം കൂടിയാണ് ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞു എനിക്ക് വിവാഹം വേണ്ട. ആ സമയത്ത് തന്നെ അയാൾ ഏതാണ്ട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, നല്ല ഏജ്ഡ് ആണ്, തിങ്ങിയ താടിയും നെഞ്ചിൻ്റെ അവിടെ വരെ താടി, നരച്ച താടിയൊക്കെ വളർത്തി അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പോൾ ഒരിക്കലും എൻ്റെ ഭാവനയ്ക്ക്, സ്വപ്നങ്ങൾക്ക്, പ്രതീക്ഷകൾക്കൊന്നും ഒത്ത ഒരാളായിരുന്നില്ല. അവിടെ നിന്നാണ് എനിക്കൊരു സ്പാർക്ക് വീണത്. അപ്പോഴാണ് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. അപ്പോൾ എന്താണ്, വിവാഹത്തിന് സിവിൽ കോൺട്രാക്റ്റ് ആണ് വിവാഹം എന്ന് പറയുന്നത്. പക്ഷേ ഇസ്ലാമിലെ വിവാഹം പെൺകുട്ടിയുടെ വാപ്പയും പുരുഷനും തമ്മിലാണ് കൈ കൊടുക്കേണ്ടത്. സ്ത്രീകൾക്ക് ഒരു കൺസേണും ഇല്ല അവിടെ. വിവാഹത്തിനാണെങ്കിലും വിവാഹമോചനത്തിനാണെങ്കിലും സ്ത്രീകൾ അവിടെ ഒരു തിങ് അല്ല. ഇനി ലിവിങ് തിങ് ആവട്ടെ നോൺ ലിവിങ് തിങ് അല്ല, അവരുടെ അപ്രോച്ച് അവിടെ വേണ്ട. അങ്ങനെയുള്ള നിലപാടാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും സാരമില്ല, നമ്മൾ ഇവർ ഇപ്പോഴുള്ള ആധുനിക കുടുംബങ്ങളിലും അങ്ങനെ തന്നെയാണെന്നാണോ പറയുന്നത്? ഡെഫിനറ്റ്ലി. ചിലപ്പോൾ ഫ്രീ വിൽ എടുക്കുന്ന കുട്ടികളുണ്ടാകും. നമ്മുടെ ജാസ്മിൻ മൂസയെ പോലെയുള്ള ആൾക്കാരുണ്ടാകും. അവരെ മതത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. ഇസ്ലാമിൽ ഫ്രീ വില്ലില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എന്നെ വിവാഹം കഴിപ്പിച്ചയച്ചത് മുജാഹിദ് ബാലുശ്ശേരിയാണ്. അദ്ദേഹമായിരുന്നു എൻ്റെ വിവാഹത്തിൻ്റെ കുത്തുബയൊക്കെ നിർവഹിച്ചത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ സലഫി സെൻ്ററിലേക്ക് ചെല്ലുന്നു. എനിക്ക് ഡിവോഴ്സ് വേണം,
എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇന്ന് ഡിവോഴ്സ് നേടാൻ പറ്റില്ല, പിറ്റേ ദിവസം തന്നെ ചെന്നു. അതോ അന്ന് പോകാൻ പറ്റാത്തത് അന്ന് വൈകുന്നേരമായിരുന്നു എൻ്റെ വിവാഹം. അപ്പോൾ കയറി ചെന്നപ്പോൾ അവിടെ എല്ലാം മെൻ്റലി ഡിസോർഡർ ആയിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാം. അമ്മ ലൈക്ക് എ ഫ്രാൻറ്റിക്, ആ രൂപത്തിലുള്ള ആളായിരുന്നു. അപ്പോൾ എനിക്കങ്ങോട്ട് യോജിച്ച് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. വീട്ടുകാർ നമ്മളെ ഈ കഴുത്തിൽ കല്ല് കെട്ടി കടലിൽ താക്കുന്നതായിരുന്നു ഇതിനെക്കാട്ടിൽ നല്ലത് എന്ന് പലപ്പോഴും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ അവർ ഇദ്ദേഹത്തിൻ്റെ കൂടെ കെട്ടിച്ചു വെച്ചു. പിന്നീട് എന്ത് നഷ്ടവും ലാഭവും വന്നാലും നീ സഹിച്ചോ, എന്താ നമ്മളെ കുരുതി കൊടുക്കുന്നത് പോലെ കൊടുത്തുപോയി. അപ്പോൾ ഈ വീട്ടിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങൾ കുറച്ചല്ല, ഒരുപാടാണ്. അന്ന് തന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഉമ്മ ഈ തുണിയൊക്കെ മടക്കി കുത്തി ഒരു ചൂലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് വാതിലിൽ. അതായത് സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ ഒരു 22 വയസ്സുകാരിയുടെ മനസ്സിൽ ഓർഫനേജിൽ നിന്ന് പഠിച്ച് വളർന്നതാണ്, വളരെ ചെറുപ്പത്തിൽ അച്ഛൻ നഷ്ടപ്പെട്ടതാണ്, സഹോദരങ്ങളാൽ ആരിൽ നിന്നും ഒരു സപ്പോർട്ട് കിട്ടാതെ ഓർഫനേജ് മാത്രം, ആ ഇരുണ്ട ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ പറിച്ച് നടപ്പെടുന്നത്. ഇനി സ്ഥാപനത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, വിവാഹം കഴിഞ്ഞവരെ അവിടെ അഡ്മിറ്റ് ചെയ്യില്ല, പിന്നെ ഞാനിനി എങ്ങോട്ട് പോകും? ഈ നോക്കാത്ത ബാല്യത്തിലും ശൈശവത്തിലും നോക്കാത്ത സഹോദരങ്ങളുണ്ടോ, നമ്മളെ യൗവനത്തിൽ നോക്കുന്നു, അവിടെ പോകാൻ പറ്റില്ല. ഇനി എങ്ങാനും അവിടെ പോയാൽ തന്നെയും അവരുടെ വീട്ടിൽ ഒരു വേലക്കാരിയായിട്ട് ശേഷിക്കുന്ന കാലം ജീവിക്കാം എന്നുള്ളതല്ലാതെ നമുക്കൊരു ലൈഫ് ഉണ്ടാകില്ല. അപ്പൊ എന്ത് ചെയ്യും? ശരി, ഇതുമായിട്ട് യോജിച്ച് പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഒരു വിധം ഞാൻ നേരം വെളുപ്പിച്ചു. ആ നേരം ഏതാണ്ട് ഒരു രാത്രി ഒരു 8 മണി മുതൽ രാവിലെ ഒരു 10 മണി വരെ ഞാൻ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ സലഫി സെന്ററിൽ എത്തി. എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞു. അയ്യോ, അള്ളാഹുവിൻ്റെ സിംഹാസനം കുലുങ്ങും. എന്നെ അവിടെ ഇയാളുടെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് വേണോ അള്ളാഹുവിനെ അവിടെ അമർന്നിരിക്കാൻ? അള്ളാഹുവിൻ്റെ സിംഹാസനം എന്തിനാണ് കുലുങ്ങുന്നത്? ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണുനീരിലാണോ അയാളുടെ സിംഹാസനം ഉറച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ജാമിദ ഇരിക്കും. അന്ന് ഞാൻ അവിടുത്തെ അധ്യാപിക കൂടിയാണ്, ആ മദ്രസയിലെ, ആ സലഫി സെന്ററിലെ, അറബി കോളേജ് മദ്രസയും ഒക്കെയാണ്. അപ്പോൾ ഞാനിവിടെ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു ജാമിദ അവിടെ ഇരിക്കുക, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3-4 അധ്യാപകർ ഇറങ്ങി വന്നു. ഇവരെല്ലാവരും ഓരോ നോട്ട് പാഡുമായിട്ട് എനിക്ക് ചുറ്റും ഇരിക്കുകയാണ് കസേരയിട്ട്. എന്നിട്ട് അവരെന്നോട് എങ്ങനെയായിരുന്നു ഫസ്റ്റ്, എങ്ങനെയായിരുന്നു നിങ്ങൾ ആ റൂമിലേക്ക് കയറിയപ്പോൾ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് നോക്കി. അപ്പം ഞാൻ വേഗം പ്രതികരിക്കുന്ന ആളാണ്. അപ്പോൾ ഇയാളാണെങ്കിൽ ആ സ്ഥാപനത്തിലെ വലിയൊരു ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിന്റെ തന്തയോട് ചോദിക്കടാ, നിന്റെ തന്തയല്ലേ കുറച്ചും കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ നിനക്ക് വില്ലിങ് ആയിട്ടുള്ളത്. അപ്പോൾ മറ്റേ പിന്നെ അയാൾ ആദ്യം വന്ന് നിങ്ങൾ തൊട്ടോ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചിട്ട് അറിയാനാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഞാൻ അധ്യാപകൻ്റെ കോളറിൽ ഇങ്ങനെ പിടിച്ചു. കാരണം എൻ്റെ ഉള്ളു മൊത്തം അമർഷമാണ്, എന്നെ സഹായിക്കാൻ ഒരാളില്ല. എൻ്റെ മെൻ്റലി ഡിപ്രഷൻ എവിടെ കൊണ്ട് ഇറക്കി വെക്കും എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വന്ന്. ഞാൻ ഇതുവരേക്കും ഒരാളോടും ഈ വിഷയം പറഞ്ഞിട്ടേ ഇല്ല. ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ ഇൻ്റർവ്യൂവിനാണ് ഇത് പറയുന്നത്. അങ്ങനെ ഒരു മാർഗവുമില്ല. അങ്ങനെ ഇവനെ ചീത്തയും പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. അപ്പം എല്ലാ വഴിയും അടഞ്ഞു. ഇനി എനിക്ക് സാക്രിഫൈസ് ചെയ്യുകയല്ലാതെ നിവൃത്തിയില്ല. അന്ന് രാത്രി കുറച്ച് ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇദ്ദേഹം, എൻ്റെ ഭർത്താവ് കണ്ട് എന്നെ വേഗം തൈക്കാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവർ കുഴപ്പമില്ല, ക്രിട്ടിക്കൽ സ്റ്റേജ് ഒന്നും അല്ല എന്ന് പറഞ്ഞു. എനിമയൊക്കെ വെച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്തി. അപ്പോൾ ആ ഡോക്ടർ ഇന്നും എൻ്റെ നല്ല സുഹൃത്താണ്, ഒരു ഗൈനക്കോളജിസ്റ്റ്. അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, കുട്ടി ഒരു കാര്യം ചെയ്യും, ഏത് സാഹചര്യത്തിലാണ് മോളെ, വിവാഹമല്ലേ, ഇനിയിപ്പോൾ കഴിഞ്ഞു പോയില്ലേ, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണ്ട. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ സാഹചര്യം പറഞ്ഞു നിനക്ക് എത്ര രൂപയാണ് വേണ്ടത്, എവിടെയെങ്കിലും പോയി നീ ജീവിച്ചോ, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ, എവിടെയെങ്കിലും പോയി ജീവിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എവിടെ പോകാനാ, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും എനിക്കൊരു വീട്ടു ജോലി തരുമോ? ആ സാഹചര്യം വരേക്കും എത്തി എന്നുള്ളതാണ്. അങ്ങനെ ഇസ്ലാം ഇങ്ങനെയാണ്, സ്ത്രീകൾക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഒറ്റപ്പെട്ട സംഭവമല്ല. ഏതാണ്ട് 99.9% മുസ്ലിം സ്ത്രീകളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ തന്നെ എത്രയോ കുടുംബങ്ങളിൽ എത്രയോ പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുന്നു, അവർ സന്തോഷകരമായിട്ട് ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നു, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നതല്ല. അല്ല, ആ ആംഗിളിൽ നമുക്ക് കാണാം. ഇപ്പൊ ഉത്രയും വിസ്മയ, സുചിത്ര, ഇക്കഴിഞ്ഞ സാഹചര്യങ്ങളിൽ നടന്നതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. എല്ലാവരും അഭ്യസ്ത വിദ്യരാണ്. ഇപ്പം എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ കാണുന്നു. അപ്പം ഈ ഉത്രയുടെ വിഷയം തന്നെ, അവരൊക്കെ വെൽത്തി ഫാമിലി ആയിരുന്നു.
അതുപോലെ മറ്റേ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ ഭാര്യ, ഇവരൊക്കെ നല്ല രൂപത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു വിഷയം ഉണ്ടായപ്പോൾ, അവർ മരിച്ചപ്പോൾ മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ രാജൻ ബി ദേവിന്റെ മരുമകള് പ്രിയങ്ക, അവരെത്ര അനുഭവിച്ചിരിക്കുന്നു. പക്ഷേ മുസ്ലിം സ്ത്രീകള് ഇത് ഒട്ടുമിക്ക ആൾക്കാരും പുറത്ത് പറയാത്ത കാരണം വേറെ വഴിയില്ല അവർക്ക്. കാരണം ഈ ഭർത്താവ് ഇയാളെ ഒഴിവാക്കി. ഇനി മുഹമ്മദൻ ഓഫ് സൗണ്ട് മൈൻഡ്, നമ്മുടെ ശരീഅത്ത് നിയമത്തിൽ 308 വകുപ്പ് പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോ, അതിനകത്തെ 308 വകുപ്പ് അനുസരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു മുസ്ലിം പുരുഷനെ ഏത് സാഹചര്യത്തിലും അയാളുടെ ഭാര്യയെ ഒഴിവാക്കാം. അപ്പൊ ഇയാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇയാളുടെ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടാകും ഈ പെണ്ണിന്റെ കൂടെ. എവിടെ പോകും, ഏത് വാതിലിൽ മുട്ടും. അതുപോലെ ലാ യജിബു അലൈഹി ദവാഉൽ മർലിഹ ഉജ്റത്ത് തബീബ്, ഈ പെണ്ണിനെ ഇയാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു വൈദ്യസഹായത്തിന് പോലും ഒരു നാണയത്തുട്ട് ഇയാൾ ചെലവാക്കേണ്ടതില്ല എന്നാണ് നമ്മുടെ മതം പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പുരുഷനല്ലേ, അയാൾ ചെളി കാണുമ്പോൾ ചവിട്ടും, വെള്ളം കാണുമ്പോൾ കഴുകും. അതല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. തന്നെയല്ല, അയാൾക്ക് 3, 4, 5, 6, 7, 18 വരെ കെട്ടാമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഖുർആൻ അനുസരിച്ചിട്ട് 4 വരെ കെട്ടാം. 22 കെട്ടി കാണിച്ചെന്ന പ്രവാചകൻ മാതൃകയുണ്ട്. അതൊക്കെ അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ചില സംഭവങ്ങളുടെ വെളിച്ചത്തിലാണല്ലോ ഇതൊക്കെ പറയുന്നത്. ഇപ്പൊ എനിക്ക് എൻ്റെ തന്നെ അനേകം നല്ല മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ഭാര്യമാരുമായിട്ട് മക്കളും ഒക്കെ ആയിട്ട് നല്ല കുടുംബജീവിതം നയിക്കുന്നവർ, വളരെ മാതൃകാപരമായ സന്തോഷകരമായ ജീവിതം നയിക്കുന്നവരുണ്ട്. അപ്പൊ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ എടുത്തിട്ട് നമ്മളതിനെ വ്യാപകമായിട്ട് വിമർശിക്കുന്നത് ശരിയാണോ? നമ്മള് ഇസ്ലാമിക സംഘടനകള് 1, 2 സംഘടനയിലേ ഉള്ളൂ തീവ്രവാദ സംഘടന എന്ന് ചോദിക്കുന്നത് പോലെയാണ്. അതായത് ഒരു ദിവസം മുഴുവനും നമ്മൾ 2 പേരും ഇരുന്ന് എഴുതിയാലും തീരാത്തത്ര തീവ്രവാദ സംഘടനകൾ ഉണ്ട് നിലവിൽ എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ എന്ന് ചോദിക്കുന്നത്. ഇപ്പൊ താങ്കളുടെ മുസ്ലിം സുഹൃത്തുക്കളൊക്കെ ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷനോടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന് താങ്കൾ എങ്ങനെ നിജപ്പെടുത്തും? താങ്കൾക്ക് പുറമേക്ക് കാണുന്നതല്ലേ അറിയോ. ഒരു പക്ഷേ ഞാനിപ്പോ സാറിനെ കാണുന്നുണ്ട്, സാറിന്റെ ലൈഫ് സക്സസ് ആണെന്ന് എനിക്കൊരു പക്ഷെ താങ്കളുടെ ആ ഒരു അപ്രോച്ചിലോ അതല്ലെങ്കിൽ കോസ്റ്റ്യൂമിലോ എനിക്ക് വിധി എഴുതാം. താങ്കളുടെ ഭാര്യയോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ബായാർത്ഥങ്ങൾ എന്ന് പറയുന്ന വലിയൊരു ആളാണ്, ഇസ്ലാമിന്റെ അപ്പോസ്തലനാണ്, വാഴ്ത്തപ്പെട്ട അയാളിപ്പോ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് ഭാര്യ പത്രസമ്മേളനത്തിന് വന്നിട്ടുണ്ട്, ഒക്കെ മറച്ചിട്ട് മോനും കൊണ്ട് അടുത്തിരിക്കുന്നു. ആ സ്ത്രീ പറയുന്നത് കുറെ കാലമായിട്ട് ഞാൻ മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഉമ്മ പറയുന്നത് ഞാൻ ഒരിക്കലും ഈ വീട്ടിന് പറ്റിയ മരുമകളല്ലെന്നാണ്. പ്രായപൂർത്തിയാകാത്ത വേറൊരു പെൺകുട്ടിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത്, എനിക്ക് ചെലവിന് പോലും തരാറില്ല. അപ്പൊ ഇങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് പുറത്ത്, ഇവരാരും പുറത്ത് പറയുന്നില്ല. ഞാൻ ഒരുപാട് ഫാമിലി കൗൺസിലിംഗ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്കറിയാം ഒരുപാട് മുസ്ലിം സ്ത്രീകൾ സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്, മക്കളെ കെട്ടിക്കാൻ പറ്റാതെ. ഇപ്പോ എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ ഗൾഫിലാണ്. അയാളുടെ ഭാര്യ, 2 മക്കള്. ആ കുട്ടിക്ക് അൾസറായിട്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു ആ കുട്ടിയുടെ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഈ കുട്ടിയുടെ വാപ്പ ഗൾഫിൽ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ് അബോർഷൻ ആക്കിയതാണോ എന്ന്. അപ്പൊ അങ്ങനെ മെന്റലി സ്ത്രീകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന, മക്കളെ പീഡിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് എഴുതി തള്ളരുത്. ഞാൻ പറഞ്ഞുതരാം. ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീയും 2 കുട്ടികളും ഫേസ്ബുക്കിൽ ഫോട്ടോ ആയിട്ട് വന്നിരുന്നു. അവരുടെ ഐഡിയയിൽ തന്നെയാണ്, ഫേക്ക് ഐഡിയ അല്ല. ഞാനതെടുത്ത് വീഡിയോയും ചെയ്തിരുന്നു. എത്രയും പെട്ടെന്ന് മദ്രസകൾ തുറക്കൂ, അതല്ലെങ്കിൽ ഇവർ സ്വന്തം മക്കളെ പീഡിപ്പിക്കും. അങ്ങനെ ഭർത്താവിന്റെ മുഖം എന്താണ് എന്ന് പുറം ലോകത്തെ കാണിക്കാൻ ഒരു സ്ത്രീ തെരഞ്ഞെടുക്കുന്നെങ്കിൽ, അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നെങ്കിൽ അവർ ഫേസ് ചെയ്തു വന്നിട്ടുള്ള സാഹചര്യങ്ങൾ എന്തായിരിക്കും? ചിലപ്പോൾ കുട്ടികളെ കയറി പീഡിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോ അപരന്റെ കുട്ടികളെ പീഡിപ്പിക്കാൻ എന്റെ ഭർത്താവിന് ഒരു അവസരം ഒരുക്കൂ, എന്നിട്ട് എന്റെ കുട്ടികളെ രക്ഷിക്കൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പിന്നെ ഈ മുസ്ലിം പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ സക്സസ് ആയിട്ടാണ് അവരുടെ ലൈഫ് കൊണ്ടുപോകുന്നത് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, മുസ്ലിം സ്ത്രീയാണ്. അപ്പൊ എനിക്കിപ്പോ അറിയാം, എൻ്റെ 7 സഹോദരങ്ങളുണ്ട്, എൻ്റെ 6 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ വിവാഹ ജീവിതങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് 6 ബ്രദേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ ലൈഫ് എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ അവരൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി എന്താണെന്ന് എനിക്കറിയാം. മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർ സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു മാർഗവുമില്ല. കാരണം ഇയാൾ ഒഴിവാക്കി, ഇനിയിപ്പോ ആ പെണ്ണ് എന്തെങ്കിലും മെറ്റലടിച്ചോ, വീട്ടുജോലി ചെയ്തോ, കുട്ടിയെ വളർത്തുന്നു. ഈ പെൺകുട്ടിയെ മറ്റൊരു പുരുഷനെ ഏൽപ്പിക്കണമെങ്കിൽ പോലും ഈ കളഞ്ഞിട്ട് പോയ ഭർത്താവിന്റെ കൺസേൺ വേണം, അയാളാണ് ഈ കുട്ടിയെ കെട്ടിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള മതനിയമങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ഒരു മുസ്ലിം സ്ത്രീയും പുറത്ത് പറയില്ല, ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇങ്ങനെയാണ്, എനിക്ക് ഇതിൽ നിന്നൊരു മോചനം വേണം. മോചനം വാങ്ങിയിട്ട് എവിടെ പോകാനാ? ഏതാണ്ട് 99.9% മുസ്ലിം സ്ത്രീകളും കുടുംബത്തിനു വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിതം ത്യജിക്കുന്നവരാണ്, ത്യാഗം ചെയ്യുന്നവരാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നിങ്ങളുടെ സഹോദരങ്ങള്, നിങ്ങൾക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്ത്, എനിക്കുമുണ്ട് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കള്. പക്ഷെ അവരൊന്നും ലൈഫിൽ സക്സസ് അല്ല, അവരൊന്നും സാറ്റിസ്ഫൈഡ് അല്ല ലൈഫിൽ.
പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിന് വേറെ വിവാഹം കഴിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ ഈ സ്ത്രീ മച്ചിയായിരിക്കുന്നത്, പ്രസവിക്കാത്ത സ്ത്രീ ആണെങ്കിൽ അയാൾക്ക് വേറെ കല്യാണം കഴിക്കാം. ഈ സ്ത്രീ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അയാൾക്ക് കല്യാണം കഴിക്കാം. പിന്നെ അയാളുടെ വികാരം ഒരു സ്ത്രീകൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് വരെ വിവാഹം കഴിക്കാം. ഇതൊക്കെ ശരീരത്ത് നിയമങ്ങളാണ്. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പറ്റില്ല. അയാൾ ഇനിയിപ്പോൾ അരയ്ക്ക് താഴെ തളർന്നു കിടക്കുന്ന ഒരാളാണ്, ഈ പെണ്ണിന് പറ്റില്ല, വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഈ പെണ്ണിന് ഇയാളിൽ നിന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല, പറ്റില്ല. ഇനിയിപ്പോൾ അയാള് വന്ധ്യതയുള്ള ആളാണ്, പറ്റില്ല. ഇങ്ങനെ സ്ത്രീവിരുദ്ധമായ കാഴ്ചപ്പാടുകളും നിയമങ്ങളും ഈ മതത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ മതം നിലനിൽക്കും. പക്ഷേ ഒരാളും അത് ഡിക്ലെയർ ചെയ്ത് പറഞ്ഞ് പുറത്തു വരാൻ തയ്യാറാകില്ല. ഇപ്പോ ഞാൻ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ ഈ ടീച്ചറുടെ സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകര്, ബന്ധുക്കള്, ഇവരാരും നിങ്ങളുടെ ഈ വിഷയത്തിൽ ഇടപെട്ടില്ലേ? ഞാൻ ആദ്യം ഈ വിഷയം എൻ്റെ ബ്രദേഴ്സിനോട് സിസ്റ്റേഴ്സിനോട് ഒക്കെ പങ്കുവച്ചു. അപ്പൊ അവരൊക്കെ എന്നെ ഡിസ്കറേജ് ചെയ്യുക ചെയ്തത്. കാരണം പുരുഷനാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, ഇനി എങ്ങോട്ട് പോകും, അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഏതാണ്ട് എല്ലാ ആൾക്കാരും ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരാ, അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പിന്നെ പള്ളി കമ്മിറ്റിക്കാർ കണ്ടല്ലോ എൻ്റെ ഫസ്റ്റ് നൈറ്റ് എന്താണ്, എങ്ങനെയായിരുന്നു എന്നറിയാൻ വേണ്ടി. കാരണം ഇവര് ഒരു തരം ലൈംഗിക രോഗമുള്ളവരാണ്, ഇവർ ഇത്തരം വൈകൃതങ്ങൾക്ക് അടിമയാണ്. കാരണം ഇത് കാണണം, ഇത് കേൾക്കണം. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പെണ്ണിനെ തൊട്ട് അങ്ങനെ ഒരു സുഖം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ സ്പർശനവും ദൃശ്യവും ഒക്കെ അതിലൊരു സുഖം, അങ്ങനത്തെ മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. അങ്ങനെ പുരുഷന്റെ കൃഷിയിടമാണ് സ്ത്രീകൾ എന്ന് പറയുന്ന ആ കാഴ്ചപ്പാട് എങ്ങനെ ഉണ്ടായതാണ്? അതായത് ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 223-ാമത്തെ വാചകമാണത്. നിസാഉൻ ഹർസുൽ ലക്കും ഫഅതു ഹർസക്കും അന്നാ ശിഅ്തും. പ്രവാചകൻ ഒരിക്കല് ഒരു മരിച്ചുവീട്ടിലിരിക്കുമ്പോൾ പ്രവാചകന്റെ കുറെ അധികം അനുചരന്മാരുടെ ഭാര്യമാര് പ്രവാചകനെ കാണാൻ വരുന്നു. അത് ഇറങ്ങിയ പശ്ചാത്തലം ഇതാണെന്നാണ് പറയുന്നത്. സബബുൻ നുസൂൽ എന്നാ പറയാ. അങ്ങനെ വന്നിട്ട് പ്രവാചകനെ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ ഇങ്ങനെ പിൻഭാഗത്തു കൂടി ബന്ധപ്പെടാൻ നിർബന്ധിക്കുന്നു. അപ്പൊ ജൂതന്മാര് പറയുന്നുണ്ട് അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ കോങ്കണ്ണുള്ള കുട്ടികളായിരിക്കും എന്ന്. എന്താണ് പ്രവാചകൻ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഭർത്താക്കന്മാര് വല്ലാതെ ഹെറാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കണം. അപ്പൊ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ആളാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എവിടെയുണ്ടോ അവിടെ പ്രവാചകൻ മുറിഞ്ഞു വീഴും. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് കക്ഷിയുടെ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ അതാണ്. അപ്പോൾ ഈ പ്രവാചകൻ സ്ത്രീകൾക്ക് വേണ്ടി ഒരു നിയമം അവിടെ കൊണ്ടുവന്നു. അപ്പോൾ ആ നിയമമാണ് ആ വാചകം. അപ്പൊ പുരുഷന്മാരെ വിളിച്ചിട്ട്, പുരുഷന്മാരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ പോയിക്കോ, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടാണ്, ഒരു കുഴപ്പമില്ല. അങ്ങനെ സ്ത്രീകൾക്ക് നല്ലൊരു നിയമം അവിടെ കൊണ്ടുവന്നു. സ്ത്രീകളെ അവിടെ കൃഷിയിടമാക്കി. അപ്പോൾ അയാൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എന്ത് തരത്തിലുള്ള കാർഷിക വിളകൾ വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം. അപ്പൊ സ്ത്രീകൾക്ക് അനുകൂലമാണല്ലോ അത്. കാരണം പുരുഷനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടല്ലോ. എവിടെ റെസ്ട്രിക്ട് ചെയ്തു? അപ്പൊ എം അക്ബറിനെ പോലെയുള്ള ആൾക്കാർ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി ഒരു നിയമം, സ്ത്രീകളെ പാഠമാക്കി എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ വന്ന് കിടന്നോണം, അതാണ് അവരുടെ ജോലി. പിന്നെ കാർഷിക വിളകളും പാടവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നുമില്ല. കർഷകനാണ് കാർഷിക വിളകൾ സ്വന്തമായിട്ട്. അപ്പൊ പിന്നീട് അയാൾക്ക് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ വിമർശിച്ചപ്പോഴേക്ക് എം അക്ബർ പറഞ്ഞത്, കൃഷിയിടം കർഷകൻ എത്ര നന്നായിട്ട് സ്നേഹിക്കുന്നു. ഇപ്പൊ സാറിന് ഒരു 50 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ തന്നെ കൃഷി ചെയ്യണമെന്നുള്ള നിർബന്ധം ഉണ്ടോ? കൂട്ടുകൃഷി നടത്തിക്കൂടെ? ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് തൽക്കാലത്തേക്ക് ഒന്ന് കൊടുത്തൂടെ? വെറുതെ ഇട്ടൂടെ? ഫിനാൻസ് സ്ട്രൈക്ക് ഉണ്ട്, വിറ്റൂടെ? ബാങ്കിൽ കൊണ്ട് പണയം വെച്ചൂടെ? ഇപ്പം ഞാൻ വീടില്ല, സ്ഥലമില്ല, ബുദ്ധിമുട്ടുന്നു. അപ്പൊ നിങ്ങൾക്ക് പറയാം, ടീച്ചർ ഒരു കാര്യം ചെയ്യും, എനിക്കൊരു 50 സെന്റ് സ്ഥലം ഉണ്ട്, ഒരു 5 സെന്റ് സ്ഥലത്തില്ലേ നിങ്ങളൊരു വീട് വെച്ച് താമസിച്ചോ, കുഴപ്പമില്ല. അപ്പോൾ എന്നിട്ട് എനിക്ക് മതിയാകുന്നില്ല, ഒരു 5 സെന്റ് സ്ഥലം എടുത്ത് നിങ്ങൾ കൃഷി ചെയ്തോ. ചിലപ്പോൾ എനിക്ക് കൃഷി ചെയ്യാൻ അറിയലുണ്ടാവില്ല, വേറെ ഒരാളെ വിളിച്ച് കൃഷി ചെയ്യിപ്പിക്കാം. നല്ല കർഷകര് മണ്ണിനെയും വിളകളെയും ഒക്കെ ഒത്തിരി സ്നേഹിക്കുന്നു എന്നാണല്ലോ പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും നല്ല കർഷകൻ സ്നേഹിക്കും. ഇയാള് പ്രവാചകൻ നല്ലൊരു കർഷകൻ തന്നെയായിരുന്നു. അതുകൊണ്ട് പ്രവാചകന്റെ എല്ലാ കൃഷിഭൂമിയിലും പ്രവാചകൻ മാത്രമേ കൃഷി ചെയ്തിട്ടുള്ളൂ. തന്നെയുമല്ല വേറൊരാൾ കൃഷി ചെയ്യുന്നതിനെ പ്രവാചകൻ വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യമാരെ ഒരാളെ വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അത് ഓക്കെയാണ്. കാരണം പ്രവാചകന്റെ കൃഷിഭൂമി ഇനിയിപ്പോൾ തരിശുഭൂമി ആയാലും പ്രവാചകൻ മരിക്കുന്ന സമയത്ത് ആയിഷയ്ക്ക് 16 വയസ്സേ ഉള്ളൂ. ആ കൃഷിഭൂമി ഏതാണ്ട് 48 വർഷത്തോളം അവിടെ കിടന്ന് നരകിച്ചു പോയി, തരിശു ഭൂമിയായി നശിപ്പിക്കപ്പെട്ടു. ഒരു കുഴപ്പമില്ല, കാരണം ആ കൃഷിഭൂമി ഇയാൾക്ക് മാത്രം സ്വന്തമാണ്. നബിയുടെ കാര്യത്തിൽ അത് ഓക്കെയാണ്. പക്ഷേ സാധാരണ ഒന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീയും അംഗീകരിക്കില്ല ഞാൻ കൃഷിയിടാണോ എന്ന് പറയുന്നത്. തന്നെ വല്ല 5 കാര്യങ്ങൾക്ക് പെണ്ണിനെ അടിക്കാം. അതിലൊന്ന്, ഈ പെണ്ണ് കൃഷിഭൂമിയാണ്, എനിക്ക് ഇപ്പൊ കൃഷി ചെയ്യാൻ മുട്ടുന്നുണ്ട്, ഇങ്ങോട്ട് വന്നോ എന്ന് പറയുമ്പോഴേക്ക് ഈ പെണ്ണ് പോയിക്കോണം, പോയിട്ടില്ലെങ്കിൽ അടിയാ. ഇനി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ പെണ്ണ് കുളിച്ചോണം. ഇയാൾക്ക് കുളിയുന്നതിനൊന്നും വേണ്ട, കാരണം പ്രവാചകൻ 11 ഭാര്യമാരുമായി മേടിച്ച് നടത്തിയിട്ട് ഒരു കുളിയെ കുളിച്ചിട്ടുള്ളൂ. അപ്പൊ ഇയാളുടെ കുളിയെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല, കാരണം മൊത്തത്തിൽ ബാക്ടീരിയയാണ്, കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും പോകാം. പക്ഷെ ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഈ പെണ്ണിനെ അടിച്ച് കിടത്തുക, അടിച്ച് കിടത്തി നിർബന്ധിച്ച് ബലാത്സംഗം ചെയ്യുക, പിന്നെ കുളിച്ചിട്ടില്ലെങ്കിൽ അടിക്കുക.
അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ഒരു മതത്തിന്റെ സംഹിതയ്ക്ക് തീർച്ചയായിട്ടും പെണ്ണിനെ കൃഷിഭൂമിയോട് ഉപമിക്കുമ്പോൾ അതൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയേക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല. അപ്പോ ഈ ഭൂമിയിലെ സ്ത്രീകളുടെ ജീവിതത്തിൽ ഇത് കൃഷിയിടമാണെങ്കിൽ സ്വർഗത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കാഴ്ചപ്പാട്. അല്ല, സ്വർഗത്തിൽ നമ്മളൊന്നും ഇല്ല. ഞാൻ ഈ മതമൊക്കെ ഉപേക്ഷിക്കാൻ തന്നെ കാരണം അതാ. കാരണം മതത്തിലുള്ളവർക്ക് അല്ല, ഞാൻ ഈ മതത്തിലുള്ള ആൾക്കാരൊക്കെ മതം വിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ വിചാരിച്ചത് ഇവിടെ ഇങ്ങനെ ഒരാളെ കൊണ്ട് കെട്ടിച്ചു, ഇവിടെയും സെക്സും ഒന്നുമില്ല, ഇനിയിപ്പം ചത്തൊടുങ്ങി അങ്ങ് പോയാൽ അവിടെയെങ്കിലും 1-2 എണ്ണത്തിന് അവർക്ക് 72 കിട്ടുമ്പോൾ നമുക്ക് 1-2 ഒരു അരമുറിയെങ്കിലും കിട്ടിയെങ്കിൽ മതിയെന്ന് വിചാരിച്ചപ്പോൾ അവിടെയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കാര്യമില്ല, കാരണം ഇവിടെയും ഇല്ല അവിടെയും ഇല്ല, പിന്നെന്ത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അയ്യോ ഈ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴേക്ക് അയാൾ അവിടെ 72 മുത്തിലും ചിപ്പിയിലും ഒക്കെ അടപ്പിക്കപ്പെട്ടിട്ടുള്ള മുത്തുപോലെയുള്ള പെണ്ണുങ്ങളുമായിട്ടൊരു മനുഷ്യൻ കണ്ടിട്ടുമില്ല തൊട്ടിട്ടുമില്ല. അതുപോലുള്ള പെണ്ണുങ്ങളുമായിട്ട് ഇങ്ങേരങ്ങനെ ആർത്തുല്ലസ് നടക്കുമ്പോൾ ഞാൻ ഇവിടെ നരകയെ അതിനനുഭവിക്കുക ആകോട്ടുമില്ല. അപ്പം വേണ്ടെന്ന് വെച്ച്. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ സ്വർഗമൊന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവിടെ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ലെങ്കിൽ, ലോകത്തിൽ കോടിക്കണക്കിനായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ, അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? സർ, ഈ 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ചോരയിൽ പടുത്തുയർത്തിയ ഈ മതത്തിന് സമാധാനം എന്ന് വിളിച്ചപ്പോൾ നമ്മളൊക്കെ അംഗീകരിച്ചില്ലേ? ലോകം അംഗീകരിച്ചില്ലേ? ഈ മതം വെട്ടിപ്പിടിച്ചതും കെട്ടി ഉയർത്തിയതും ഒക്കെ എങ്ങനെയാണ്? സാധാരണക്കാരന്റെ ചോരയിലാണ്. അതിന്റെ പേര് സമാധാനം. നമ്മളൊരു കാന്താരി മുളക് ഒരു ടിന്ന് നിറയിട്ട് വെക്കുന്നു, അതിന്റെ പുറത്ത് പഞ്ചസാര എന്ന് എഴുതി വെക്കുന്നത് പോലെയുള്ളൂ. ഇത് വിശ്വസിച്ചില്ലേ? പിന്നെ പെണ്ണുങ്ങൾക്ക് ഇത് വിശ്വസിക്കുന്നതിന് എന്താണ് പ്രശ്നം? ഇപ്പൊ ഭർത്താവിന്റെ കാൽപാദത്തിനടിയിലാണ് ഭാര്യയുടെ സ്വർഗം എന്ന് പറയുമ്പോൾ ആ കാലിന്റെ അടിയിൽ കിടക്കുന്ന സ്വർഗത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ പ്രയത്നിക്കുന്നില്ലേ? അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവേചന ബുദ്ധി അവർക്കില്ല. 3-ാമത്തെ വയസ്സ് മുതൽ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത് ഈ മതവിഷമാണ്. അപ്പോൾ സ്വർഗമുണ്ട്, സ്വർഗത്തിൽ നമുക്ക് അത് കിട്ടും, ഇത് കിട്ടും, ആന കിട്ടും, ചേന കിട്ടും. ശരി, ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് സാർ പറഞ്ഞല്ലോ ഒരുപാട് സാറിന് മത സുഹൃത്തുക്കളുണ്ടെന്ന്. ഇവർ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉറക്കത്തിന് സുഖം കിട്ടുന്നത് എല്ലാ ക്ലൈമറ്റിലും ആ വെളുപ്പാങ്കാലമുള്ള സമയമാണ്. ഒരു 4 മണി 5 മണി 6 മണി ഏത് ക്ലൈമറ്റിലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ആ സമയത്ത് ഇവർ എഴുന്നേറ്റ് കയ്യും കാലും കഴുകി ഉറക്കമൊക്കെ കളഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നത് എന്തിനാ? ഈ ഹൂറികൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ സാറിന്റെ സുഹൃത്തുക്കൾ അംഗീകരിക്കുമോ? അല്ല, അത് ഹൂറുകൾക്ക് വേണ്ടിയാണെന്നാണോ പഠിപ്പിക്കുന്നത്? അത് നിങ്ങളുടെ മതം ഉയർത്തി കാണിക്കുന്ന ആ വിശ്വാസത്തിന്റെ നിലപാടെടുക്കാൻ വേണ്ടി വളരെ ചെറുപ്പത്തിലേ കൊടുക്കുന്ന പരിശീലനമായിട്ടല്ലേ അതിനെ കാണുന്നുണ്ട്? അല്ല, ഈ പരിശീലനം എന്ന് പറയുമ്പോൾ എന്താണ് പരിശീലനം? ചെറുപ്പത്തിലെ ട്രെയിൻ ചെയ്തു കൊണ്ടുവരുന്നു. എന്ത് വിശ്വാസം? അവിടെ പരിശീലിപ്പിക്കുന്നത് എന്താ? മദ്രസയിൽ പരിശീലിപ്പിക്കുന്നത് സ്വർഗമുണ്ട്, നരകമുണ്ട്, അവിടെ പരലോകമുണ്ട്, വിചാരണയുണ്ട്, ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വിശ്വാസം മാത്രമല്ലേ സാറേ? നമ്മളാരും ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ മതത്തിൽ നിന്ന് പുറത്തു വരാൻ തന്നെ കാരണം അള്ളാഹു എല്ലാം കാണുന്നവനാണ്. ഇതൊരു തരം വിശ്വാസം. നമ്മൾ ചെറിയ പ്രായത്തിലെ നമ്മൾ മനസ്സിലാക്കുന്നതാ. അള്ളാഹു കാണും, അള്ളാഹു കേൾക്കും, അള്ളാഹു നീതിമാനാണ്. അയാളുടെ ഒരു നീതിയും ഇതുവരെയൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ഈ മദ്രസകളിൽ തീവ്രവാദം പഠിപ്പിക്കുന്നു, മറ്റു മതങ്ങളിലുള്ളവരെ വെറുക്കാൻ പഠിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം. ഞാൻ ചോദിക്കട്ടെ, ടീച്ചർ കുറേ വർഷം ഈ മദ്രസയിൽ പഠിപ്പിച്ചതല്ലേ? ആ കാലഘട്ടത്തിൽ നിങ്ങൾ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു? കിതാബിൽ എഴുതി വെച്ച കാര്യങ്ങൾ പഠിപ്പിക്കാൻ പ്രോട്ടോകോൾ അനുസരിച്ച് ഞാൻ ബാധ്യതപ്പെട്ട ആളാണ്. അന്ന് പഠിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും അന്യമതസ്ഥരെ നമ്മൾ കണ്ടാല് മാറി നിൽക്കണം. അവരുമായിട്ട് യാതൊരു വിധമായ ഇന്നമൽ മുശ്രികൂന നജസുൻ, അവിശ്വാസികൾ, അവർ മാലിന്യമാണ്, അവരുമായിട്ട് നമുക്ക് യാതൊരു വിധമായ സഹവർത്തിത്വവും പാടില്ല. ഇപ്പോ സാറിന്റെ ഒരു സിസ്റ്റർ മതം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ സാറ് മതം ഉപേക്ഷിച്ചു, നമ്മളെ ഇസ്ലാമിലേക്ക് വന്നു. സാറിന്റെ മാതാപിതാക്കൾ ഇന്നലെ വരെ പേരന്റ് ആയിട്ട് കണ്ട മാതാപിതാക്കളെ അവർ ഇന്നു മുതൽ പേരൻസ് അല്ല, അവരുടെ ഒരു ഗൈഡൻസും നമ്മൾ അംഗീകരിക്കേണ്ട എന്നാണ് നമ്മുടെ മതഗ്രന്ഥം പറയുന്നത്. അപ്പൊ അത്തരത്തിലാണ് മദ്രസയിൽ ഇപ്പോൾ ഓൺലൈനാണ് മദ്രസ പഠനങ്ങളൊക്കെ ഓൺലൈനാണ്. അപ്പോൾ ഈ ഓൺലൈൻ പഠിക്കുമ്പോൾ നമ്മളിപ്പം ചിലത് മാത്രം റയറായിട്ട് ഇപ്പം ഒരു മതിൽ ചുറ്റിനുള്ളിൽ ഒരു ചുമരുകൾക്കകത്ത് ഇവരെന്ത് പഠിപ്പിക്കും എന്ന് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ, ആലോചിക്കണമെങ്കിൽ ഈ ഓൺലൈൻ പഠനം നോക്കിയാൽ മതി. മതം വിട്ടവനെ എറിഞ്ഞു കൊല്ലണം, നമസ്കരിക്കാത്തവനെ കൊല്ലണം, അവൻ കൊല്ലപ്പെടേണ്ടവനാണ്. അതുപോലെ അല്ല, അതൊക്കെ മതം വിട്ടവരെയും മതത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെയുമാണ്. ഞാൻ ചോദിക്കുന്നത് അതല്ല, മറ്റു മതങ്ങളിലുള്ളവരെ അവരോടുള്ള സമീപനത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ വഴി കഴിഞ്ഞൊരു ദിവസം ഒരു ഉസ്താദിന്റെ ക്ലാസ് പുറത്തു വിട്ടിരുന്നു. നമുക്ക് റയറായിട്ടേ കിട്ടുള്ളൂ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തന്നെ മദ്രസയിലെ. അപ്പോൾ ഉസ്താദ് പറഞ്ഞത്, മുജാഹിദുകളെ കണ്ടാൽ സുന്നികൾ സലാം പറയരുത്, സുന്നികള് ജമാഅത്തെ ഇസ്ലാമികളോട് സലാം പറയരുത്. ഞാൻ ചുരുക്കം പറഞ്ഞാൽ അവർക്കിടയിൽ തന്നെ വലിയ ശത്രുതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു, അന്യമതസ്ഥരോട് ഇസ്ലാമിന്റെ സമീപനം,
അതറിയണമെങ്കിൽ ഒരു ദിവസം ഓരോ മുസ്ലിമും തുടിക്കുന്ന ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് 17 തവണ പറയുന്ന ഒരു വാചകമുണ്ട്. ഖുർആനിലെ 1-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ആരംഭം എന്നാണ് അധ്യായത്തിന്റെ പേര്. 7 വാചകങ്ങളേ ഉള്ളൂ. അതില് 5, 6, 7 വാചകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മലയാളത്തിൽ അറിയാവുന്ന ഏതൊരാൾക്കും മനസ്സിലാകും അത് അന്യമത വിരോധമാണെന്ന്. അതിങ്ങനെയാണ്: ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. അതായത് അള്ളാഹു വഴി പിഴപ്പിച്ചവരാണ് അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ. അവരോട് അള്ളാഹു അങ്ങേയറ്റം കോപിച്ചിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു കോപിക്കുകയും വഴി പിഴപ്പിക്കുകയും ചെയ്യുന്നവരുടെ വിഭാഗത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. അപ്പൊ ഇങ്ങനെ പഠിക്കുന്ന മദ്രസയിൽ ഏതാണ്ട് 3-ാം ക്ലാസ് മുതൽ കുട്ടികൾ പഠിച്ചു തുടങ്ങുന്നു. ഒരു 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 വയസ്സ് മുതൽ ഏതാണ്ട് ഒരു 6, 7 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു 8, 9, 10 വയസ്സുണ്ടാവും 3-ാം ക്ലാസ്സിൽ മദ്രസയിൽ ചേർക്കുമ്പോൾ. ഈ 10 വയസ്സുള്ള കുഞ്ഞിന്റെ തലച്ചോറിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന മതവിഷം ഇതാണ്. അതായത് അള്ളാഹു കോപിച്ച വിഭാഗമാണ് അവർ, അള്ളാഹു വഴി തെറ്റിച്ച് വഴി പിഴപ്പിച്ച് വിട്ട വിഭാഗമാണ് അവര്. അതുകൊണ്ട് അവരുമായിട്ടുള്ളൊരു കോംറാഡ്ഷിപ്പ് നമുക്ക് വേണ്ട, നമുക്കത് ശരിയാകത്തില്ല. കാരണം നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, നമ്മളെ അള്ളാഹു സ്നേഹിക്കുന്നു, അള്ളാഹു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു. ഇപ്പോ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുകാരനായ ഒരു കുട്ടിയെ MM അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചത് അവനെ എങ്ങനെ മതം മാറ്റാമെന്ന. അപ്പം എത്രമാത്രം അന്യമത വിരോധമാണ് ഇവർ പങ്കുവെക്കുന്നത്. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ വരുന്നത് എല്ലാവരും മുസ്ലിം ആകണം, അപ്പൊ എന്നാൽ മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ. അപ്പൊ അമുസ്ലിങ്ങളൊക്കെ വൃത്തികെട്ടവരാണ്, വഴിപഴിച്ചവരാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ളവരല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെയാണ്. അപ്പൊ അതിനകത്ത് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഒരാളെ മതം മാറ്റാൻ 8 വയസ്സ് 9 വയസ്സുള്ള കുട്ടികളെയാണ് ഈ പഠിപ്പിക്കുന്നത്. എന്ത് ചെയ്യണം മതം മാറ്റാൻ? ആദ്യം അവന്റെ പേര് മാറ്റണം, 1. 2, അവന്റെ കഴുത്തിലുള്ള കൊന്തയോ മാലയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ചക്രമൊക്കെ അഴിച്ചു വെപ്പിക്കണം. 3, അവൻ ഹലാൽ ഫുഡ് കഴിക്കാൻ പറയണം. ഇങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ട് അവസാനം പറയുന്നതാണ് റൺ അവേ ഫ്രം ദി പാരന്റ്സ്. അതായത് അവന്റെ മാതാപിതാക്കളിൽ നിന്നും അവൻ ഓടി രക്ഷപ്പെട്ടോണം. അത് തന്നെയല്ലേ അഖില ഹാദിയയും സോണിയ സെബാസ്റ്റ്യനും ഒക്കെ ചെയ്തത്? അത് തന്നെയല്ലേ, മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടുക. അപ്പൊ ഈ രൂപത്തിലാണ് ഈ കുട്ടികളെ മദ്രസയിൽ ട്രെയിൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ വളർന്ന് വരുന്ന ഏതൊരു കുഞ്ഞിന്റെയും മനസ്സിൽ ഇപ്പോ തർബിയത്തുൽ ഇസ്ലാം മർക്കസിന്റെ പുസ്തകമാണ്. മർക്കസിന്റെ ഒരു പുസ്തകത്തിൽ 2-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കുന്നതാണ്. മുസ്ലിം കുട്ടി, അവന്റെ പേര് ആദിൽ, മറ്റവന്റെ പേര് അഭിനവെന്നോ എന്തോ ഒരു ക്രിസ്ത്യൻ പേരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവൻ രാവിലെ എഴുന്നേക്കും, ആദില് രാവിലെ എഴുന്നേക്കും, അവൻ പല്ല് തേക്കും, അവൻ ഒലു എടുക്കും, അവൻ നമസ്കരിക്കും, അവൻ ചെരുപ്പിട്ട് ബാത്റൂമിൽ പോകും. അപ്പൊ ആ കുഞ്ഞു മനസ്സിലേക്ക് എങ്ങനെയാണ് മറ്റുള്ള ആൾക്കാരുടെ ജീവിതം, മുസ്ലിം അല്ലാത്ത ആൾക്കാരുടെ ദിനചര്യകൾ എങ്ങനെയാണ്, അവരുടെ ഡെയിലി പ്രോസസ്സ് ഇങ്ങനെയാണ് എന്നിട്ട് പഠിപ്പിക്കുവാണ്. മറ്റവനുണ്ട്, ഒരു അമുസ്ലിം കുട്ടിയുടെ പേരാണ്. ആ കുട്ടി ചെരുപ്പിടാതെയാണ് ബാത്റൂമിൽ പോകുന്നത്. അവൻ സംസാരിച്ചാൽ ഭയങ്കര വായ്നാറ്റമാണ്, അവൻ പല്ല് തേക്കില്ല, അവൻ കുളിക്കില്ല, അവൻ ഒന്നും എടുക്കില്ല. അപ്പോ ആ മുസ്ലിങ്ങൾ മുഴുവനും വൃത്തിയില്ലാത്തവരാണ്, നമ്മൾ മാത്രമാണ് വൃത്തിയുള്ളവർ. അപ്പൊ ആ പ്രായത്തിലുള്ള കുട്ടികളിൽ എങ്ങനെയാണ് അന്യമത വിരോധം കുത്തിവെക്കുന്നത് എന്ന് റിസർച്ച് ചെയ്ത ആൾക്കാർ ഇറക്കിയ പുസ്തകങ്ങളാണ് അതൊക്കെ. ഈ രൂപത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കുഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പോൾ തീവ്രവാദി ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പൊ ഈ പറയുന്നതനുസരിച്ച് ഈ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ ഈ കുട്ടികൾ തീവ്രവാദ ചിന്താഗതിയുള്ളവരും മറ്റു മതങ്ങളിലുള്ളവരെ വെറുക്കുന്നവരുമായിട്ട് മാറുകയാണെങ്കിൽ അങ്ങനെ ആ കുഞ്ഞുങ്ങളെ വളർത്തി വിട്ടതിൽ ടീച്ചർ അടക്കമുള്ളവർക്ക് അതിനകത്തൊരു ഉത്തരവാദിത്വം. ഡെഫിനറ്റ്ലി ഞാനത് നിഷേധിക്കുന്നില്ല. കാരണം ഞാനും മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന ആളാണ്. ഈ പുസ്തകം അനുസരിച്ചിട്ട് ഇത് പഠിപ്പിക്കാൻ ഞാൻ ബാധ്യതപ്പെട്ട ആളാണ്. ഞാനും പഠിപ്പിച്ചിട്ടുണ്ടത്. അന്യമത വിരോധം കുട്ടികളുടെ മനസ്സിലേക്ക് കുത്തിവെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ അന്യമതസ്ഥരൊക്കെ വന്നാൽ നമ്മൾ കഴിക്കുന്ന പാത്രത്തിലൊന്നും ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കില്ല, അവരൊന്നും ഉറ്റമിത്രങ്ങളായിട്ട് സ്വീകരിക്കില്ല. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ എന്റെ ചെറിയ പ്രായമൊന്നും അങ്ങനെ ആയിരുന്നില്ല. അറബി കോളേജ് മുതലുള്ള പ്രായത്തിലാണ് ഈ മുസ്ലിം കൂട്ടുകാരെ മാത്രം സെലക്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഓണം, വിഷു, പെരുന്നാൾ, ഈസ്റ്റർ ഇതൊക്കെ പരസ്പരം ആഘോഷിക്കും, അതിലൊന്നും ഒരു പ്രശ്നവും. അതിലൊക്കെ അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ പങ്കുചേർന്നിരുന്നു. ഈ അറബി കോളേജ് ഏതാണ്ട് ഒരു 10, 40, 50 വർഷത്തിനിടയിൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇത്തരം തീവ്രവാദ സംഘടനകൾ, പിന്നെ SDPI പോലെ, മുസ്ലിം ലീഗ് പോലെ ഇവരൊക്കെ ശക്തരായി. ഇവരാണ് ഈ സമൂഹത്തിൽ ഇത്തരം മതവിഷവും വർഗീയ വിഷവും വ്യാപിപ്പിച്ചത്. ടീച്ചർ, നമ്മുടെ ഈ കേരളീയ സമൂഹത്തിൽ ഇവിടെ
ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു വന്നിരുന്ന ഒരു കഴിഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ മുമ്പിൽ. പക്ഷെ അതിനിടയിൽ ഇങ്ങനെയുള്ള വർഗീയ വിഷം കുത്തിവെച്ച് ഈ സമൂഹത്തിൽ ഒരു മലീമസം എന്നുള്ള വാക്ക് ഒന്നുമല്ല, അതിനപ്പുറത്ത് ഇത് വളരെ നാശത്തിലേക്ക് പോകുന്ന, വലിയ തകർച്ചയിലേക്ക് പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഇവിടെ സംജാതമാക്കിക്കൊണ്ടുവരുന്നത് ശരിയാണോ? സാറിന്റെ നിഷ്കളങ്കമായ ചിന്താഗതിയും അതൊക്കെയാണ് സാറിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓരോ മുസ്ലിമിന്റെ ഉള്ളിലും ഓരോ തീവ്രവാദി ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ സാറിന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത്, സപ്പോസ് സാർ ഇമാജിൻ ചെയ്തോളൂ, ഒരു മുസ്ലിമാണ്. അയാളുടെ ഈ ഉള്ളിൽ കിടക്കുന്ന മത തീവ്രവാദവും അന്യമത വിരോധവും എന്താണ് എന്ന് സാറിന് അറിയണമെങ്കിൽ ഒന്നുകിൽ അയാളുമായിട്ടൊരു സാമ്പത്തിക ഇടപാട് നടത്തണം, 2 അയാളുമായി പിണങ്ങണം, 3 അയാളുമായി യാത്ര ചെയ്യണം. ഈ 3 കാര്യങ്ങൾ കൊണ്ട് മാത്രമേ അയാളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ ജിഹാദി, ഈ മത തീവ്രവാദി, ഈ അന്യമത വിരോധി അവസരം കിട്ടിയാൽ എങ്ങനെ കത്തി മലർത്തി വെക്കണോ അതോ കുത്തനെ വെക്കണോ ഇയാളുടെ കഴുത്തിലേക്ക് എന്ന് ചിന്തിക്കുന്ന സാറിന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ സാറിനോട് കാണാം. ഞാൻ ഈ 3 തരത്തിലും എന്റെ സുഹൃത്തുക്കളുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ ഈ തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. അല്ല, സാറിന് അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് കരുതി ഇപ്പൊ സാറിന്റെ ഫാമിലി സക്സസ് ആണ്, എന്റെ ഭാര്യ, എന്റെ കുട്ടികൾ, ഞാൻ നന്നായിട്ട് അധ്വാനിച്ചു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാ ആൾക്കാരും അങ്ങനെയാണ് കുടുംബം സക്സസ് ആയിട്ട് കൊണ്ടുപോകുന്നത് എന്ന് സാറിന് എങ്ങനെ പറയാൻ പറ്റും? സാറിന്റെ കാര്യം മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് എന്റെ സഹോദരങ്ങള് തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരാണ്. എന്റെ ഉമ്മ മക്കയിൽ പോയി ഉംറ വരെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഞാനൊരു മതവിശ്വാസി അല്ലാത്തതിന്റെ പേരിൽ എന്റെ ഉമ്മയെ പോലും മക്കൾ നോക്കാറില്ല. 13 മക്കളുള്ള ആളാണ് എന്റെ ഉമ്മ. 13 മക്കളെ പ്രസവിച്ച് വളർത്തി ഒരു ക്ഷിപ്രകോപിയായ ഒരു ആർമിക്കാരന്റെ മക്കളെ വളർത്തി കൊണ്ടുവരണമെങ്കിൽ ഈ ഉമ്മ സഹിച്ച ത്യാഗങ്ങൾ എത്രയായിരിക്കും. പാറമടയിൽ മെറ്റിലടിക്കാൻ വരെ പോയിട്ടുണ്ട് എൻ്റെ ഉമ്മച്ചി. കൃഷി ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട്, വീട്ടിലാണെങ്കിൽ കുട്ടികളുടെ ഒരു ശബ്ദം കേൾക്കാൻ പാടില്ല. വാപ്പച്ചി ഭയങ്കര ചിട്ടക്കാരനാ, ഭയങ്കര മുൻകോപിയാണ്. പിള്ളേരുടെ ബഹളം ഒന്നും കേൾക്കാൻ പാടില്ല. ഈ 2 വർഷം ആകുമ്പോൾ ഓരോ കുട്ടികളാണ്, എന്നാലും കുട്ടികളുടെ ബഹളം വീട്ടിലകത്ത് കേൾക്കാൻ പാടില്ല. ഈ 13 മക്കളെ ഒരു ഒറ്റമുറി ഓല കെട്ടിടത്തിനകത്തിട്ട് ഈ വാപ്പയുടെ മുമ്പിലിട്ട് വളർത്തി കൊണ്ടുവരണമെങ്കിൽ എൻ്റെ ഉമ്മ സഹിച്ച ത്യാഗങ്ങൾ എത്രയായിരിക്കും. വാപ്പ പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്ന ആളാണ്, നല്ലോണം ശാരീരിക ഉപദ്രവം ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ വളർത്തി വലുതാക്കി കഴിഞ്ഞപ്പോ ഇപ്പൊ ഞാനൊരു അമ്മയായപ്പോ എനിക്കറിയാം എൻ്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഉമ്മ പറയും, നേരം വെളുക്കുവോളം തൊട്ടിലിട്ട് ആട്ടി 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 നിന്ന് കാലിൽ നീര് വന്നിട്ടുണ്ട്. കാരണം ഇവര് ഉണർന്നാൽ തൊട്ടിലിന്റെ ആട്ടം നിർത്തിയാൽ കുട്ടികൾ കരയും. അതൊക്കെ കൂടുതൽ മക്കളുള്ള എല്ലാ കുടുംബങ്ങളിലും. അല്ല, ഞാൻ പറയട്ടെ, സാറ് ചോദിച്ച ചോദ്യത്തിനാണല്ലോ ഞാൻ ഉത്തരം പറഞ്ഞു വരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് വളർത്തി വലുതാക്കി കൊണ്ടുവന്നു. അവരൊക്കെ ഓരോ കുടുംബത്തിലായി, പ്രായമായി, പക്വതയായി, അവര് അമ്മയായി, വല്യമ്മയായി. ആ സാഹചര്യത്തിൽ പോലും എൻ്റെ അമ്മ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്, അത്തരം ഒരു വികാരം എൻ്റെ മനസ്സിനെ സ്വാധീനിക്കാത്തത് എൻ്റെ മനസ്സിൽ മതം നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. മതം വിട്ട മകളാണ് ഉമ്മയെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഉമ്മയോട് പോലും ഒരു അനുഭാവം പ്രകടിപ്പിക്കാൻ പാടില്ല. ഈ മതമാണ് ഇവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സാറ് പറയുന്നു സാറിന് ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, അവരങ്ങനെയാണെന്ന്. എൻ്റെ അനുഭവം വെച്ചിട്ടല്ലേ എനിക്ക് പറയാൻ കഴിയൂ. എനിക്കറിയാം എൻ്റെ സഹോദരങ്ങൾ, ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിനകത്ത് ജനിച്ചു വളർന്നു, ഒരു പായയിൽ ഉറങ്ങി, ഒരു പാത്രത്തിൽ ഉണ്ട്. ഒന്നും വേണ്ട, ഈ അമ്മയുടെ മക്കളല്ലേ, ആ മക്കൾ ഈ അമ്മയോട് കാണിക്കുന്ന സമീപനം എന്താണ് എന്ന് എനിക്കറിയാം. എൻ്റെ ഒരു സഹോദരൻ ഇപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിക്കിടക്കുകയാണ് പത്തനംതിട്ട. ഞാനായിരുന്നു നോക്കിയിരുന്നതൊക്കെ. മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സർജറി ഒക്കെ ചെയ്ത് എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ നിർത്തിയിരുന്നത്. അതിനിടയിലാണ് മതം ഞാൻ കുറച്ച് അഗ്രസീവായിട്ട് മതത്തെക്കുറിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ സഹോദരനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ നാട് വിട്ടു പോന്നു. ഇപ്പം 5 വർഷമായി എൻ്റെ സഹോദരൻ കിടപ്പിലാണ്, കോമയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് താമസിക്കുന്നത്. അപ്പം മുമ്പ് ഞാൻ കഴുത്തിൻ്റെ അവിടെ ഒരു സർജറി ചെയ്ത് കൊടുത്തിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന്. അത് വളർന്നു, ഇപ്പം ക്യാൻസറായി. എന്നിട്ട് ആ സഹോദരനെ ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, ഞാനാണ് എല്ലാം നോക്കിയിരുന്നത്. ഇപ്പോൾ ഒരു പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് പോലും എൻ്റെ സഹോദരന് ഇവർ കൊടുക്കുന്നില്ല. അങ്ങനെ അവൻ കിടന്ന് അനുഭവിക്കുന്നത് ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. 2 കുട്ടികളുണ്ട്, മോളെ കെട്ടിച്ചു, മോനുണ്ട്. അപ്പം ഞാൻ ഇവരോട് കാല് പിടിച്ച് പറഞ്ഞു, ഒന്നുകിൽ എനിക്ക് നിങ്ങൾ വിട്ടുതാ, എൻ്റെ സഹോദരനാണല്ലോ, ഞാൻ കൊണ്ടുപോയി ചികിത്സിച്ചോളാം. അതല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി ചികിത്സിച്ചോ, എവിടെ വേണമെങ്കിലും കൊണ്ട് ചികിത്സിച്ചോ. ആ ചികിത്സിക്കാനുള്ള സംവിധാനം ഫിനാൻഷ്യലി ഒക്കെ ഞാൻ ചെയ്തു തരാം. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടല്ല, പക്ഷേ ഞാൻ വിചാരിച്ചാൽ പറ്റും, ചെയ്തു തരാം. അപ്പോൾ എൻ്റെ സഹോദരൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത് പള്ളിക്കാർക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. ഏത് പള്ളിക്കാര്? അപ്പോൾ ഇവർക്കറിയാം
ഈ പള്ളിക്കാരൊരിക്കലും എന്നെ അംഗീകരിക്കില്ല. അപ്പൊ എന്റെ സഹോദരൻ അവിടെ കിടന്ന് മരിച്ചാലും സാരമില്ല, അവൻ കിടന്ന് നരകിച്ചാലും സാരമില്ല, അവനൊരു മെച്ചപ്പെട്ട ട്രീറ്റ്മെന്റ് മതം വിട്ട എന്റെ കൈ കൊണ്ട് കിട്ടരുത്. ഇവരെ കുറിച്ചിട്ടാണോ സാറ് പറയുന്നത് മതേതരവാദികളാണെന്ന്? അല്ല, അതിന് മറ്റു സാഹചര്യങ്ങളില്ലേ? എന്ത് സാഹചര്യം? സഹോദരന് നല്ല ചികിത്സ കിട്ടാൻ ഈ പെങ്ങളുടെ സഹായം കൂടാതെ മറ്റ് പല വഴികളും തേടിക്കൂടെ? 5 വർഷം കൊണ്ട് ആരും ഒന്നും ചെയ്തില്ലല്ലോ. ഈ സാറ് പറഞ്ഞ, ഞാൻ ഒരുമിച്ച് യാത്ര ചെയ്ത, ഫിനാൻഷ്യലി ഇടപെട്ട, പിണങ്ങിയ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരൊക്കെ വാനോളം ഉയർത്തപ്പെട്ടവരാണ്. വേണമെങ്കിൽ നമുക്ക് വാഴ്ത്തപ്പെട്ട അപ്പോസ്തലന്മാരായിട്ട് അവരുടെയൊക്കെ കഴുത്തിൽ ഒരു കുരിശൊക്കെ ഇട്ടിട്ട് മുകളിൽ തറച്ചു വെക്കാമെന്ന് പറഞ്ഞല്ലോ. ഈ കൗമിന്റെ, ഈ സമൂഹത്തിന്റെ മൊത്ത കുത്തക എടുത്തിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പള്ളിക്കാരെന്തിനാണ് എന്റെ സഹോദരന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? അവിടെ മതമാണ് വന്നത്. അവിടെ അവരെ കൺട്രോൾ ചെയ്യുന്നത് മതമാണ്. ഈ 90 വയസ്സായ എന്റെ അമ്മ മരിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ പാളയം പള്ളിയിൽ അടക്കില്ല എന്ന് അവർ പേപ്പർ കൊടുത്തിരിക്കുന്നു എന്റെ സഹോദരങ്ങൾക്ക്. എന്താണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്? മതമാണ്. കാരണം ഞാൻ മതം വിട്ടു, ഞാൻ മതത്തെ വിമർശിക്കുന്നു. ആ ഒരു ഒറ്റ കാരണത്താൽ ഇവരൊക്കെ വിക്ടിംസ് ആണ് അതിന്റെ. എന്റെ ഉമ്മയാണെങ്കിലും, ഉമ്മയ്ക്ക് ആഗ്രഹമില്ലേ മക്കളെ കാണണം, മക്കളോടൊപ്പം നിൽക്കണം? അവർക്കാർക്കും ഒരു ആഗ്രഹം പോലുമില്ല. കാരണം അവരെ കൺട്രോൾ ചെയ്യുന്നത് മതമാണ്. മതം വിട്ടവരെ ഒരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് ചോദിക്കട്ടെ. നിങ്ങൾ മതം വിട്ടങ്ങ് പോയാൽ പോരെ? പിന്നെന്തിനാണ് ഈ ഒരു സമൂഹത്തെ മുഴുവൻ ഒരു വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തേണ്ട ആവശ്യം എന്താ? സരി, മദ്യനിരോധന സമിതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടാകും അല്ലെ? എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ അപ്പം മദ്യം ഉപയോഗിച്ച് കുടുംബമൊക്കെ ഛിന്ന ഭിന്നമായ പല ആൾക്കാരും പിന്നീട് ഡി അഡിക്ഷൻ സെന്റർ പോലെയുള്ളവരെയൊക്കെ സമീപിച്ചിട്ട് അങ്ങനെ അവര് മദ്യം ഉപേക്ഷിച്ചു. അവർക്കറിയാം എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന്, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ അനുഭവിച്ച പ്രയാസങ്ങൾ. അപ്പോൾ അവരതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ സാർ അവരെ ഒരു ഇന്റർവ്യൂ ചെയ്താൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? നിങ്ങൾ എന്തിനാണ് ഈ മദ്യനിരോധന സമിതിയിൽ അംഗമായിരിക്കുന്നത്? നിങ്ങൾ കള്ളു കുടിക്കണ്ട, നിങ്ങൾ പോയിക്കോ, മറ്റുള്ളവർ കുടിച്ച് ചീത്തായിക്കോട്ടെ എന്ന് സാർ പറയുമോ? ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നമുക്കൊരു മൊറാലിറ്റി ഉണ്ട്. നമ്മൾ ഒരു ജനാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഞാൻ നടന്നു വന്ന വഴി കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. ഞാനൊരു പൊട്ടക്കിണറ്റിൽ വീണുപോയി. എങ്ങനെയെങ്കിലും ഒക്കെ ഒരു മുൾക്കമ്പിലൊക്കെ പിടിച്ച് ഞാൻ കയറി. വേറെ ആരും അതിനകത്ത് വീഴരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ ക്ലബ് ഹൗസ് ഒക്കെ തുടങ്ങിയത് പിന്നെ ഒരുപാട് സ്ത്രീകൾ മതം വിട്ട് പുറത്തു വരുന്നുണ്ട്. അവരുടെയൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ്, ഞാനൊക്കെ പറയുന്ന പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അവരത് പുറത്തു വരുന്നത്. കാരണം ഈ മതം എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് കൊല്ലാനും ചാകാനും തയ്യാറായിട്ടാണ് ഇവർ ഇതിലേക്ക് വരുന്നത്. പിന്നെ ഖുർആനിലെ 9-ാം അധ്യായമായ സൂറത്ത് തൗബയിൽ ഒരു വാചകമുണ്ട്, 111, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സമ്പത്തും ഞാനിങ്ങ് എടുത്തു, നിങ്ങളുടെ ജോലി എന്താ? കൊല്ലുക, കൊല്ലപ്പെടുക. ഇങ്ങനെ പറയുന്ന ഒരു മതഗ്രന്ഥം നമ്മൾക്ക് ബേസ് ആയിട്ടുള്ളപ്പോൾ അതിനെ അടിസ്ഥാന പ്രമാണമാക്കി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ആകാനല്ലേ തരമുള്ളൂ. കാരണം അവർ കൊല്ലുക, കൊല്ലപ്പെടുക, ഇത് രണ്ടും മാത്രമാണ് ഈ മതത്തിന്റെ ആധാരം. അപ്പൊ മതം വിട്ട ഒരാളെ എങ്ങനെ കാണണം? ഞാൻ മതം വിട്ടു, ഞാൻ ആ വഴിക്ക് അങ്ങ് പോയാൽ പോരെ. പക്ഷേ ഈ വലയിൽ നിന്നും എൻ്റെ ഒരുപാട് സഹോദരങ്ങളെ എനിക്ക് രക്ഷപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ 2 വർഷം മുമ്പ് കോഴിക്കോട് ലിറ്റ്മസ് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്തിരുന്നു എസൻസിന്റെ കീഴിൽ. അതിൽ ഞങ്ങൾക്ക് ആകെ 3000-4000 ആൾക്കാരെ അതിനകത്ത് ഹാളിനകത്ത് കൊള്ളുള്ളൂ. രാവിലെ ഏതാണ്ട് 7 മണിയോട് കൂടി ആയപ്പോഴേക്ക് 7500-ലപ്പുറം ആൾക്കാരെ, അങ്ങനെ ഫയർഫോഴ്സുകാരൊക്കെ വന്നിട്ട് ഇത് നിർത്തിവെക്കണം. എവിടെയാ? ഈ മലബാറിന്റെ മണ്ണിലാണ്. അപ്പൊ മതം വിട്ട് പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യാൻ തയ്യാറായിട്ടുള്ള അത്രയധികം ആൾക്കാർ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്നെങ്കിൽ മതം വിടാൻ തയ്യാറുള്ള, ഈ മതത്തെക്കുറിച്ച് പഠിച്ച, മനസ്സിലാക്കിയ, പഠിക്കാൻ തയ്യാറുള്ള, അറിഞ്ഞ, ചിലപ്പോൾ ചിലർ പറയാൻ തയ്യാറാകും, ചിലർ പറയാൻ തയ്യാറാകില്ല, അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിന് തയ്യാറായി വരുന്നത് മതം എന്താണ് എന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. 1400 കൊല്ലമായിട്ട് ഖുർആനുള്ളതാണെന്നും ആർക്കും അറിയില്ല. ഇതിലുള്ളതൊന്നും ഇതിനകത്തുള്ളതൊന്നും അങ്ങനെ തന്നെ ഒരാളും പഠിപ്പിച്ചിട്ടുമില്ല. ഈ ഉസ്താദന്മാർ വന്നിട്ട് കുറച്ച് വഷളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുക എന്നുള്ളതല്ലാതെ അവരിതിനെക്കുറിച്ചൊന്നും ചിന്തിക്കത്തുമില്ല, പറയത്തുമില്ല. ഖുർആനിനകത്തുള്ളത് എന്താണെന്ന് യുക്തിവാദികളാണ് ഈ സമൂഹത്തെ പഠിപ്പിച്ചത്. അപ്പോൾ ഇതിനകത്ത് അന്യമത വിരോധം ഉണ്ടോ? ആ മുസ്ലിമിനെ കണ്ടടത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ ഖുർആനിൽ വാചകമുണ്ടോ? അവരിൽ നിന്നും ഓടി ഒളിച്ചോളാൻ വാചകമുണ്ടോ? ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നത് വരേക്കും മറ്റുള്ളവരെ കൊല്ലാനെന്ന് ഖുർആനിൽ വാചകമുണ്ടോ? അയ്യോ, ഇതൊക്കെ വ്യത്യസ്തമായ പരിഭാഷകളൊക്കെ പുറത്തു വന്നതോടുകൂടി ആൾക്കാർക്ക് മനസ്സിലാകുന്നു, നമ്മളത് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, മതം വിട്ടു, മര്യാദയ്ക്ക് ഞാനങ്ങ് പോയാൽ മതി, എന്നെ അങ്ങനെ ജീവിക്കാൻ ഒരു വിട്ടില്ല. മതം വിട്ടുപോയി പിന്നാലെ ആക്രമിച്ചു കൂടി, കുടുംബത്തിൽ ഭ്രഷ്ട്, സമൂഹത്തിൽ ഭ്രഷ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ, അപരാധങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയാണോ ടീച്ചർ മതം വിടാൻ ആത്യന്തികമായിട്ട് കാരണമായി തീർന്നിട്ടുള്ളത്? മതം വിടാനുള്ള കാരണം നമ്മളിപ്പോൾ ഇവിടെ ഒരാഴ്ച ഇരുന്ന് പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങളുണ്ട്. ഞാനൊരു റിജിഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് വളർന്നു വന്നത്. ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. അങ്ങനെ മതത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് സ്ത്രീ വിരുദ്ധതകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും, പക്ഷേ ഇസ്ലാം അങ്ങനെയാണ്, ഒരു ചട്ടക്കൂടാണ്, അടക്കവും ഒതുക്കത്തോടു കൂടിയാണ് മനുഷ്യനെ ഇങ്ങനെ വളർത്താൻ പ്രേരിപ്പിക്കുന്നത്.
അവൻ എന്ത് നന്മ ചെയ്താലും അള്ളാഹു കാണും, അതിന്റെ പ്രതിഫലം നൽകും, തിന്മ ചെയ്താലും ശിക്ഷയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട ഒരു മതം കുറച്ചുകൂടി അടുത്തടുത്ത് വന്നപ്പോഴേക്ക് മാങ്ങയിൽ അണ്ടിയോട് എടുക്കുമ്പോൾ മാങ്ങയുടെ പുളി കൂടുന്നത് പോലെ ഭയങ്കരമായിട്ട് പുളിച്ചു തുടങ്ങി. അങ്ങനെ അറബിക് കോളേജിൽ പഠിച്ചു, ഖുർആൻ പഠിച്ചു, ഹദീസ് പഠിച്ചു. ചില ഹദീസുകൾ തീരെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിൽപ്പെട്ട ഒരു ഹദീസാണ്, എന്നെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഹദീസാണ്. ഒരു ഉഖിൽ ഉറൈന ഗോത്രത്തിൽപ്പെട്ട ഒരാൾ അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്, പ്രവാചകന്റെ ഒരു അനുചരനാണ്. അപ്പോൾ അവര് മദീനയിൽ വന്നു. മദീനയിൽ വന്നപ്പോഴേക്കും അവർക്ക് പകർച്ചവ്യാധി പിടിപെട്ടു. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു, അവരുടെ ഒട്ടകത്തിന്റെ മൂത്രവും പാലും നിങ്ങൾ കുടിച്ചോളാൻ പറഞ്ഞു. അത് കുടിച്ചു, ഇവരുടെ പകർച്ചവ്യാധിയൊക്കെ മാറി. ഒട്ടകത്തിന്റെ ഇടയനെ കൊന്നിട്ട് ഇവർ ഒട്ടകത്തിനെ അടിച്ചു മാറ്റി കൊണ്ടുപോയി. നേരം വെളുത്തപ്പോൾ പ്രവാചകൻ ഇതറിഞ്ഞു. പ്രവാചകൻ ഉത്തരവിട്ട് അവരെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പിടിച്ചുകൊണ്ട് വന്നു. അപ്പൊ അവര് ചിലപ്പോൾ പകർച്ചവ്യാധി മാറിയത് കൊണ്ട് ഇതിനെ കൊണ്ടുപോയിട്ട് അവർക്ക് ഗുണപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും. പക്ഷേ ഈ സമാധാനത്തിന്റെ തിരുദൂതൻ ചെയ്തത് ഇവരുടെ 2 കൈയും വെട്ടാൻ പറഞ്ഞു. അപ്പൊ അനുജന്മാർ ഊരിപ്പിടിച്ച വാളുമായിട്ട് എപ്പോഴും പുറകെ ഉണ്ടാകുക. വെട്ടി 2 കാലും വെട്ടി. എന്നിട്ടും ഇദ്ദേഹത്തിന്റെ പക, 2 കൈയും ഛേദിക്കപ്പെട്ട ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മളിത് നമ്മുടെ കുട്ടികളെ അടിക്കാറുണ്ട്. ഒരടി കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ തിരിച്ചടിക്കില്ല. ഇവർ തിരിച്ചടിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അവരെ അടിക്കുന്നത്. അവരുടെ കണ്ണ് നിറയുമ്പോൾ നമ്മുടെ മനസ്സ് ആ അടിച്ചതിന്റെ പേരിലായിരിക്കും അന്ന് മൊത്തം നമ്മളാകെ മെന്റലി ഡിസോർഡർ ആയിട്ട് നമുക്ക് വല്ലാത്തൊരു ഫീൽ ആയിരിക്കും. എൻ്റെ കുഞ്ഞിനെ ഞാൻ അടിച്ചില്ല. പിന്നീട് എന്ത് വാങ്ങിച്ചു കൊടുത്താലാണ് അവനെ സന്തോഷം. പിന്നെ ഒരു 3 ദിവസമെങ്കിലും നമ്മുടെ മനസ്സിലാ അവനെ അടിച്ചതിന്റെ പേരിൽ, ചീത്ത പറഞ്ഞതിന്റെ പേരിൽ ആ ഒരു വിഷമം നമുക്ക് നിലനിൽക്കും. അപ്പോൾ 2 കൈയും വെട്ടി. അപ്പോൾ ചോര ഒലിപ്പിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ സഹജീവിയാണ്. എൻ്റെ കൈയും വെട്ടുമ്പോൾ എനിക്ക് ഇതേ ഫീല് തന്നെ ഉണ്ടാകുന്നതാണെന്ന് പ്രവാചകൻ അറിയുന്നില്ല. 2 കാലും വെട്ടിയേക്ക്. 2 കാലും വെട്ടി. ഇനി വെറും ഒരു മാംസകഷ്ണം മാത്രമായിട്ട് അയാൾ മാറി. എന്നിട്ട് പ്രവാചകന് കലി അടങ്ങുന്നില്ല. മാനവരിൽ മഹോന്നതനാണ്. ലക്കത് കാനലക്കം ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഈ പ്രവാചകന് നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ പ്രവാചകൻ പറഞ്ഞു അയാളുടെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്തേക്ക്. അയ്യോ, ഇങ്ങനെയൊക്കെ ഒരു പ്രവാചകൻ ചെയ്യുമോ? എന്നിട്ടും പ്രവാചകൻ ആ മാംസ കഷ്ണത്തോടുള്ള കലി അടങ്ങുന്നില്ല. പ്രവാചകൻ പറയാണ്, പൊരി വെയിലത്തിട്ടേക്ക്, വെള്ളം ചോദിച്ചാൽ കൊടുക്കണ്ട. അയ്യോ, ഇങ്ങനൊരു പ്രവാചകൻ പറയുമോ? നമ്മുടെ പ്രവാചകൻ, നമ്മുടെ മനസ്സിൽ ഇദ്ദേഹം വല്ലാത്തൊരു ഒരു ബിംബമാണ്. ഇതിങ്ങനെ ക്രമേണ വീണ് പൊട്ടാൻ തുടങ്ങുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഹദീസുകൾ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഹദീസുകൾ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ 6 ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തു. അപ്പോൾ ഈ 6 ഹദീസ് ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ ഈ ഗ്രന്ഥങ്ങളൊന്നും പ്രവാചകൻ കണ്ടിട്ടില്ല. ഇപ്പോൾ സാറിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ താഴെ സാറിൻ്റെ പേരുണ്ടാവും, ഞാൻ പറയുമ്പോൾ എൻ്റെ പേരുണ്ടാവും. പക്ഷെ നബി പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും താഴെയുള്ളത് വേറെ ഏതൊക്കെയോ ആൾക്കാരുടെ പേരുകളാണ്. അപ്പോൾ ഈ വ്യക്തികൾ നബിയെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥങ്ങളുടെ ഓതർ, ഇപ്പൊ ഈ ഓതേഴ്സൊക്കെ നബിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നബി മരിച്ച് 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരൊക്കെ ജനിക്കുന്നത് തന്നെ. ഇവര് പരസ്പരം കണ്ടിട്ടില്ല. നബി പറഞ്ഞു എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? കേട്ടുകേൾവി മാത്രം. ഇതൊക്കെ യാഥാർത്ഥ്യമാണോ? അങ്ങനെ ഹദീസുകളെ കുറിച്ച് കൂടുതൽ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ 6 ഹദീസ് ഗ്രന്ഥങ്ങളാണ് ഇസ്ലാമിലുള്ളത്. ഈ 6 എണ്ണവും ഏറ്റവും ശരിയായത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സിഹാഹു സിത്ത, ശരിയായ 6 എണ്ണം എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഖുർആനിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഇത് പ്രവാചകൻ കണ്ടിട്ടില്ല. അങ്ങനെ ഹദീസുകളെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ഹദീസ് വേണ്ട, ഇസ്ലാമിന്റെ പ്രമാണം ഖുർആൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കി. അങ്ങനെ നോക്കിയപ്പം അങ്ങനെ ഒരു സംഘടന നിലവിലുണ്ട്, ചേകനൂർ മൗലവിയുടെ സംഘടന. അപ്പോൾ അവര് എന്നെ വന്ന്, ഡോക്ടർ ജലീൽ പുറ്റേക്കാട് എന്നെ വന്ന് വിളിച്ചു. അവരുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കി 2-3 വർഷം അവിടെ നിന്നു. അപ്പോഴാണ് ഖുർആനിലേക്ക് തിരിയുന്നത്. അപ്പോൾ ഖുർആൻ കൂടുതൽ പഠിച്ചപ്പോൾ ഇതിനകത്തുള്ളതൊക്കെ യുദ്ധം, കൊല, പിടിച്ചുപറി, പെൺവാണിഭം, അയ്യോ ഇതൊക്കെ. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും വന്നിട്ട് തല മുട്ടിയോ, പടച്ചോൻ കഞ്ചാവാണോ എന്ന് തോന്നിപ്പോകും. ചില ഒരിക്കൽ പറയും കള്ള് കുടിക്കണ്ട, മറ്റപ്പോൾ പറയും കള്ളിനകത്ത് കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട്, കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ നീ കുടിച്ചിട്ട് നീ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞാൽ പോരെ. ഇത് ഒരിക്കൽ പറയും ഇത് പറയുന്നതിന് മാറ്റമൊന്നുമില്ല കേട്ടോ, മറ്റൊരിക്കൽ പറയും ഞാൻ മാറ്റൂട്ടാ, പിന്നെ പറയും ഞാനിത് മാറ്റിയാൽ വേറെ അതുപോലുള്ള ഒരെണ്ണം കൊണ്ടുണ്ടെങ്കിൽ പിന്നെ മാറ്റേണ്ട കാര്യമുണ്ടോ. പിന്നെ ഒരിക്കൽ പറയും നിങ്ങൾ വഴിതെറ്റിക്കുന്ന പിശാചാണ്, പിശാചിനെ വഴിതെറ്റിപ്പിച്ചത് ഞാനാട്ടോ. കാരണം പിശാച് തന്നെ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, പഠിച്ചോനെ നീയാണ് എന്നെ വഴിതെറ്റിച്ചത്. ശരി, അള്ളാഹു എന്നെ ക്രോസ് ചെയ്യുന്നില്ല. പിശാചിനെ വഴിതെറ്റിക്കേണ്ട കാര്യമില്ലല്ലോ, അവൻ തെറ്റായ വഴിയിലൂടെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, പിശാച് ആദ്യം നല്ലൊരാളായിരുന്നു. ഇസ്ലാമിന്റെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് അയാൾ വളരെ നല്ല മനുഷ്യനായിരുന്നു. വൈദക്കാല റബ്ബുക്കലിൽ മലായികത്തി ഇസ്ജുദൂ ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ആദമിനെ സൃഷ്ടിച്ചു, ആദമിനെ സുജൂദ് ചെയ്യാൻ പിശാചിനോട് പറഞ്ഞു. അതുവരെ അയാൾ നല്ല ആളായിരുന്നു. ആദമിനെ സുജൂദ് ചെയ്യില്ല. പഠിച്ചോനെ നീ അല്ലേ പഠിച്ചോനെ ആദ്യം പറഞ്ഞത് ആർക്കും സുജൂദ് ചെയ്യരുത്, നിനക്ക് മാത്രം ചെയ്താൽ മതി, ഇപ്പം മാറ്റി പറഞ്ഞാലോ. അയാൾ ചെയ്തില്ല. അങ്ങനെ അയാളോട് പറഞ്ഞു പോടാപ്പുറത്ത്, നിന്നെ ഞാൻ ശപിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാളെ പുറത്തു വിട്ടു. അങ്ങനെ അയാൾ പുറത്തുപോയി. അയാൾ പുറത്ത് പോയി കഴിഞ്ഞു. അങ്ങനെയാണ് അയാൾ ശപിക്കപ്പെട്ടവനായി മാറുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് നരകത്തിലേക്ക് പോകില്ല കേട്ടാ, നിങ്ങളുടെ കുറേ ആൾക്കാരെ കൊണ്ടേക്കോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അള്ളാഹു പറയും വഴി പഠിപ്പിക്കുന്നത് പിശാചാണ് എന്ന് അള്ളാഹും വഴി പഠിപ്പിക്കുന്നതായിട്ട് ഖുർആനിലുണ്ട്. ഞാൻ വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ഖുർആൻ പറയുന്നുണ്ട്.
ഒരു വിഭാഗം മനുഷ്യരെയും ജിന്നുകളെയും ഒക്കെ വലിച്ചെടുത്ത് ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു പടച്ചോൻ പറയുന്നുണ്ട്. അപ്പോൾ പടച്ചോൻ വഴിവെടുപ്പിക്കുന്നു, പടച്ചോൻ തന്നെ നരകം തരുന്നു. പടച്ചോൻ പറയാണ്, ഞാൻ വിചാരിച്ചാൽ നിങ്ങളൊക്കെ സ്വർഗത്തിലാകുമായിരുന്നു കേട്ടോ, നിങ്ങളൊക്കെ ഒറ്റ മനുഷ്യന്മാരാകുമായിരുന്നു, നല്ല മാർഗത്തിലാകുമായിരുന്നു, പക്ഷേ വിചാരിക്കില്ല. അതായത് നാം നനച്ച പുലിയെ പിടിപ്പേ ആന ഉശിരി പോനാലും നനയ്ക്ക മാട്ടെ എന്ന് പറഞ്ഞ പോലെ പടച്ചോൻ വിചാരിച്ചിട്ടേ ഇല്ല. അങ്ങനെയാണ് പടച്ചോൻ വഴിവെടുപ്പിക്കുന്നത്. അയ്യോ, പടച്ചോൻ തന്നെ വഴിവെടുപ്പിക്കുന്നത്. അപ്പൊ എന്നെ മോണിറ്റർ ചെയ്യുന്നത് പടച്ചോനാ, പിന്നെ നരകവും സ്വർഗവും, അയ്യോ ഇതെന്ത് കാര്യം. അങ്ങനെ ഈ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കി ചെയ്തപ്പം ഇത് ഞാൻ എത്തി നിന്നത് ഒരു ഡാർക്ക് ഏജിലാണ്. കാരണം ഒന്നുമില്ല, ഒന്നും മനസ്സിലാക്കുന്നില്ല, ഒരു ഇരുട്ട്, ഒരു ഗോളം. ഇതിനകത്ത് എന്തപ്പാ, ഇതിനകത്തൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ പടച്ചോനെ കൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും പറ്റില്ല. ഈ വീരവാദം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ കൊറോണ വൈറസ് മനുഷ്യനെ കൊണ്ട് കാണാൻ പറ്റാത്ത വൈറസാണ്, പക്ഷെ പടച്ചോൻ ഒളിവില്ല. ഹജ്ജ് ചെയ്യണ്ട, ഉംറ ചെയ്യണ്ട, പള്ളിയിൽ വിളിച്ചു പോക്കലില്ല, പള്ളിയിൽ ഉച്ചയും കുത്തി മറിയലില്ല, ഇതൊന്നുമില്ല. ആ പടച്ചോൻ ഒളിവിൽ നിൽക്കുകയാണ്. എന്തോ എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഈ പടച്ചോനും അയാളെ കൊണ്ടൊരു ചുക്കും ചുണ്ണാമ്പും കൊള്ളില്ല, ചുമ്മാ ഈ ഗോതയിൽ ഇറങ്ങി വീരവാദം അല്ലാതെ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അത്തരം ചിന്താഗതിയിൽ നിന്നാണ് ഞാൻ മതം ഉപേക്ഷിച്ചത്. ഞാൻ കണ്ടിട്ടുള്ള പടച്ചോൻ പേടിത്തൊണ്ടനാണ്, അനീതി ഉള്ള ആളാണ്, കാരുണ്യത്തിന്റെ ഒരു കണിക പോലും അയാളുടെ ഇതിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ എൻ്റെ ഉമ്മച്ചിയുടെ കൂടെ പട്ടിണി കിടക്കുന്ന സമയത്ത് ഉമ്മച്ചിയുടെ സഹോദരനും കുട്ടികളും സുഭിക്ഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് തൊട്ടടുത്ത വീട്ടിൽ ഉമ്മച്ചി കൊടുത്ത സ്ഥലമാണ്, സുഖമായിട്ട് അവർ ജീവിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും സൃഷ്ടിച്ചത് ഈ പടച്ചോൻ തന്നെയല്ലേ. ഒന്നും അല്ലെങ്കിൽ അവർക്ക് 3 നേരം കൊടുക്കുമ്പോൾ 1 നേരമെങ്കിലും എനിക്ക് പടച്ചോന് തരാൻ പറ്റണ്ടേ. ഇതൊന്നും പറ്റാത്ത ഇയാളെ നീതിബോധമൊന്നുമില്ല. അത്തരം പഠനത്തിൽ നിന്നും ആണ്, അങ്ങനെ വിശ്വാസപരമായി പരിണാമത്തിലൂടെ പഠനത്തിലൂടെയാണ് ഞാൻ മതം വിടാനുണ്ടായ കാരണം. നമുക്ക് ചുറ്റിലും ഒരുപാട് ജാമിതമാര് വളരെ പ്രതീക്ഷയോടെ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജാമിത ടീച്ചർ മതം വിടാനുള്ള സാഹചര്യങ്ങൾ, അതിലേക്ക് വഴിവെച്ച അനുഭവങ്ങൾ, പ്രത്യേകിച്ച് തൻ്റെ ബാല്യകാലത്തിൽ അനുഭവിക്കേണ്ടി വന്ന തീവ്രമായ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ മതം വിടാനുള്ള സാഹചര്യം എന്തായിരുന്നുവെന്ന് ഇനി പറയാനിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായും ഞാൻ മതം വിടാനുണ്ടായ കാരണങ്ങളിൽ ഏകദേശം വഴികൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. എൻ്റെ വെളിപാടിന്റെ പടവുകൾ വളരെ വലുതാണ്. അതിനെയും തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കും. കാരണം വരുന്ന ജനതയ്ക്ക് നല്ല ഒരു മുതൽക്കൂട്ടാകണമെങ്കിൽ പല കാര്യങ്ങളും ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന വസ്തുതകളിൽ നിന്നും തികച്ചും വിഭിന്നമാണ് യാഥാർത്ഥ്യം എന്നറിയാൻ നിങ്ങളിൽ ഓരോരുത്തരും തീർച്ചയായിട്ടും എൻ്റെ ഇന്റർവ്യൂ കാണണം. നന്ദി. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.